വളരെ കൗതുകപൂർവ്വപൂർണമായിട്ടാണ് ഞാനിങ്ങനെ ഒരു പരിപാടി ഏറ്റെടുത്തത്. ചങ്ങമ്പുഴയെ പറ്റിയിട്ട് ആധികാരികമായി പറയാനുള്ള ആഴത്തിൽ പഠിച്ച, ആഴത്തിൽ ആസ്വദിച്ച ഒരാളാണ്, പഠിച്ച ഒരാളല്ല ഞാൻ. അപ്പോൾ ചങ്ങമ്പുഴയെക്കുറിച്ച് പ്രസംഗിക്കാനല്ല വിളിക്കുന്നതെന്ന് പറഞ്ഞു. പാട്ടുകളെക്കുറിച്ചും കവിതകളെക്കുറിച്ചും സംസാരിക്കാനാണ് വിളിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതിൽ പിന്നെ ഒരു പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇവിടെ എനിക്കറിയാം, സദസ്സിലിരിക്കുന്നവരിൽ പലരും ചങ്ങമ്പുഴയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചവരാണ്. എൻ്റെ നാട്ടിലൊരു പഴയ ചൊല്ലുണ്ട്, കടപ്പുറത്ത് പൂഴിയിറക്കാൻ പോവുക, കടക്കരയിൽ പൂഴിയിറക്കാൻ പോകേണ്ടതുണ്ടോ എന്ന്. അതുപോലെ ഇവിടെ ചങ്ങമ്പുഴയെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരുപാട് ആളുകളുടെ മുന്നിൽ ചങ്ങമ്പുഴയെക്കുറിച്ച് സംസാരിക്കുക അല്ല. നമ്മുടെ മനുഷ്യ സംസ്കാരവും നമ്മുടെ ജീവിതവും, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ സംസ്കാരവും പാട്ടുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ പാട്ടുകൾ, ചങ്ങമ്പുഴ കവിതകളുടെ പ്രത്യേകത അതിൻ്റെ ഗാനാത്മകതയാണ്. അതിൻ്റെ വാക്കുകളെ ആവർത്തിച്ച്, ഇപ്പോൾ ഇവിടെ ചൊല്ലിയ ആ കവിതയിലെ അവസാനത്തെ രണ്ടിങ്ങിയുണ്ടല്ലോ, അവസാനത്തെ കനകച്ചിലങ്ക കിലുങ്ങി ങ എന്ന കൂട്ടക്ഷരം, ഈ കൂട്ടക്ഷരത്തിൻ്റെ മനോഹാരിത ഉപയോഗിച്ചിട്ടാണ് ചങ്ങമ്പുഴ മാത്രമല്ല പി ഭാസ്കരനും മലയാളികളെ കയ്യിലെടുത്തത്. കൂട്ടക്ഷരത്തിൻ്റെ ആഴം. മഞ്ഞേണി എന്ന ഇഞ്ഞേൻ്റെ ഇഞ്ഞ മറ്റൊരാൾക്കും അത് അവതരിപ്പിക്കാൻ പറ്റില്ല, അത്രയും ആഴത്തിലാണ് ഇഞ്ഞ. അത്തരത്തിൽ ഒരുപാട് കൂട്ടക്ഷരങ്ങളും അക്ഷരപ്രയോഗങ്ങളുമുള്ള സമ്പത്താണ് നമ്മുടെ മലയാള ഭാഷയിലെ അക്ഷരങ്ങൾക്കുള്ളത്. അപ്പോൾ ഈ പാട്ടുകൾ, ഈ ശബ്ദം, ഈ ശബ്ദത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിലെ സംസ്കാരം തന്നെ രൂപപ്പെട്ടത്. ശബ്ദത്തെ കേന്ദ്രീകരിച്ചു. ഹിന്ദുമതത്തിൻ്റെ പേരിലായിട്ട് ഓംകാരത്തെ ഉപയോഗിക്കുന്നവരുണ്ട്. സത്യത്തിൽ ഹിന്ദുമതം ഉണ്ടാകുന്നതിന് മുമ്പ് ഓം എന്ന ശബ്ദം ഇവിടെ ആളുകൾ ഉച്ചരിക്കാനും അതിനെ വ്യാഖ്യാനിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതിന് ഓം എന്ന ശബ്ദം ഉണ്ടായിട്ട് ഏറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഹിന്ദു എന്ന വാക്ക് തന്നെ ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ബ്രാക്കറ്റിനുള്ളിലേക്ക് ഒതുക്കിയിട്ട് ആ മതത്തിൽപ്പെട്ടവരോ അല്ലാത്തവരോ കാണരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാദം ശൂന്യതയിൽ ആദ്യം അമൃതം വർഷിച്ച നാളിൽ എന്ന വയലാറിൻ്റെ സർഗസംഗീതത്തിലെ വരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ശൂന്യതയിൽ നാദമാണ്. നാദത്തെക്കുറിച്ച് ബൈബിളിലും പറയുന്നുണ്ടല്ലോ. വയലാർ രാമവർമ്മ എഴുതുകയും അദ്ദേഹം തന്നെ അഭിനയിക്കുകയും ചെയ്തൊരു പാട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ടാവും. വയലാർ രാമവർമ്മ എഴുതി അഭിനയിച്ചൊരു പാട്ടുണ്ട്. ആദിയിൽ വചനമുണ്ടായി, ആദിയിൽ വചനമുണ്ടായി, ആ വചനം രൂപമായി, ആദിയിൽ വചനമുണ്ടായി എന്ന പാട്ട് വയലാർ തന്നെ അഭിനയിച്ചതാണ്. ഇത് ബൈബിളാണ്. നാദമാണ് ആദ്യമുണ്ടായത് എന്നാണ്. നാദം ശൂന്യതയിലാണ്, ശൂന്യതയിൽ നിന്നാണ്. ഭാരത സംസ്കാരം ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അംകാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണ എന്ന് ഹരിനാമകീർത്തനത്തിലും പറയുന്നു. ഈ ഓംകാരത്തെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. ഞാൻ വേദങ്ങളും ഉപനിഷത്തുകളും എന്നൊരു വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ വന്നു. അതിൽ എൻ്റെ ചില ചിന്തകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചിന്മയ കോളേജിലാണ് പരിപാടി നടത്തിയത്. അവിടെ ഞാൻ നോക്കുമ്പോൾ എല്ലാം വലിയ ഇതിനെപ്പറ്റിയൊക്കെ പാരംഗതരായിരിക്കുന്ന മനുഷ്യരാണ്. അവരുടെ മുന്നിൽ എങ്ങനെയാണ് ഞാനിത് പറയാ? അപ്പം ഞാൻ ഓംകാരത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നവരൊന്ന് കൈവക്കാൻ പറഞ്ഞു. ആരും ഒന്നും അനങ്ങുന്നില്ല. അപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഓംകാരത്തിൻ്റെ അർത്ഥം? അപ്പോൾ അവൻ പറഞ്ഞത്, ദൈവത്തെ ഡൗൺലോഡാക്കുന്ന പാസ്വേഡാണ് ഓം. ദൈവത്തെ അതാണ് പുതിയ തലമുറ മനസ്സിലാക്കി വെച്ച്. ഓം നമശിവായ എന്ന് പറഞ്ഞാൽ ശിവൻ ഡൗൺലോഡായി, ഓം നാരായണായ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഡൗൺലോഡായി എന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നാദമാണ്. എപ്പോഴാണ് ഈ നാദവും ഒച്ചയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായത്? ആ ഒച്ചയിൽ നിന്ന് നാദത്തിലേക്കുള്ള മാറ്റമാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തി. അറിയണം.
ശാരീരികമായിട്ട് കുരങ്ങൻ്റെയും പൂർവികരിൽ നിന്ന് നമുക്കും കുരങ്ങന് ഒരു പൊതു പൂർവികരിൽ നിന്ന് നമ്മൾ മാറി വരുന്നത് ഒരു കാലം. ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ, ഈശ്വരൻ ജനിക്കും മുമ്പേ എന്ന കാലം. അന്ന് ഓം നമഃ ശിവായ എന്നോ അല്ലാഹു അക്ബർ എന്നോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെന്നോ ആരും പ്രാർത്ഥിച്ചിരുന്നില്ല. പള്ളിയില്ല, അമ്പലമില്ല, ഒന്നുമില്ല. വാക്കുകളില്ല. ദൈവം എന്ന വാക്ക് പോലുമില്ല. അല്ലാഹു എന്ന വാക്കില്ല. പടച്ചോനെന്നോ കർത്താവെന്നോ വാക്കില്ല. ആ വാക്കുകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ഭൂമിക്ക് ഭൂമി എന്ന് പേരുണ്ടാകുന്നതിന് മുമ്പ്, മനുഷ്യന് മനുഷ്യനെന്നും ഈ ചരാചരങ്ങൾക്കൊന്നും പേരില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ? ആർക്കും പേരില്ല. പേരിട്ടത് നമ്മളാണല്ലോ എല്ലാത്തിനും. നമുക്കും മറ്റുള്ളവർക്കും പേരിട്ടത് നമ്മൾ തന്നെയാണ്. ആ കാലഘട്ടത്തിൽ, ഇന്ന് ആ കാലഘട്ടത്തിൽ ഹോമോസോപ്പിയൻസ് എന്നൊക്കെ വിളിക്കുന്നൊരു കാലഘട്ടത്തിൽ ജാതിമത ഭേദമില്ലാതെ മനുഷ്യൻ കാട്ടാളനായിട്ട് നടക്കുന്നു. കാട്ടിൻ്റെ ആളായതുകൊണ്ട് കാട്ടാളൻ, അത്രയേ ഉള്ളൂ. ആ നടക്കുന്ന കാലത്ത് രണ്ട് ജാതി ഉണ്ടായിരുന്നു. ഏതാണ് ആ രണ്ട് ജാതി? ആണുജാതിയും പെണ്ണുജാതിയും. അത് പ്രകൃതിയിൽ എല്ലാറ്റിലും ഉണ്ടല്ലോ. ഈ ആണുജാതിയും പെണ്ണുജാതിയും ആകർഷിക്കുവാൻ, പരസ്പരം ആകർഷിക്കുവാൻ ഉള്ള ഗന്ധങ്ങളും ശബ്ദങ്ങളുമായിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ സർഗാത്മകതയുണ്ടായത്. പ്രണയത്തിന് വേണ്ടിയിട്ടാണ് നാദമുണ്ടായതെന്നർത്ഥം. ആണുജാതിയും പെണ്ണുജാതിയും പരസ്പരം ആകർഷിക്കുവാനുള്ള ഗന്ധങ്ങളും ശബ്ദങ്ങളുമായിട്ട്. അന്ന് അവരുടെ ജോലി കൃഷിയില്ല, വീടില്ല, സ്കൂളില്ല, ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റ മൃഗങ്ങളെ പോലെ വിസർജനം നടത്തുക, തിന്നാൻ എന്താ കിട്ടുക നോക്കുക, വയറ് നിറഞ്ഞ ആടെ കിടന്നുറങ്ങും. തിരിച്ചു പോക്കില്ല. കാരണം ഭൂമിക്ക് അളവോ അതിരോ ഇല്ല. തൻ്റെ ഇടമില്ലല്ലോ. തൻ്റെ ഇടമെന്ന വാക്കുണ്ടായത് തൻ്റേതായ ഒരു ഇടമുണ്ടായതുകൊണ്ടാണ്. തൻ്റേതായ ഇടമില്ല. എത്തിയെടുത്ത് കിടക്കും. വീണയിടം വിഷ്ണു ലോകം, പിറ്റേന്ന് നടക്കും. അങ്ങനെ ഈ ഭൂമി മുഴുവൻ, ആഫ്രിക്കയിലുണ്ടായ ആ ഹോമോസോപ്പിയൻസ് ഭൂമി മുഴുവൻ ഭക്ഷണം തേടി, മത്സ്യത്തെ തേടി, മൃഗങ്ങളെ തേടി നടന്നിട്ടാണ് ഈ ഭൂമിയിൽ എല്ലാ വൻകരയിലും ഈ വിഭാഗങ്ങൾ എത്തിയതെന്നാണ് പറയുന്നത്. അങ്ങനെ നടക്കുന്ന കാലത്ത് ഇടയ്ക്ക് പെണ്ണിന് ആണിൻ്റെ കൂടെ പോകാൻ കഴിയില്ല. അതിൻ്റെ കാരണം കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയാണ്. ആണിൻ്റെ അമ്മ പെണ്ണ്, പെണ്ണിൻ്റെ അമ്മയെ പെണ്ണ്, ഇതെന്ത് നീതി ഇതെന്ത് ന്യായം, ഒരു കവിതയാണ്. ആണിനെ പെറ്റതും പെണ്ണിനെ പെറ്റതും പെണ്ണാണ്. അവൾക്ക് ഗർഭം ധരിക്കാനും പ്രസവിക്കാനും മുലയൂട്ടാനും കഴിയും. അപ്പം വൃക്ഷങ്ങളുടെ മേലെ കയറിയിട്ട് കുലുക്കി പറിച്ചു തിന്നാനും എറിഞ്ഞിട്ട് തിന്നാനും മൃഗങ്ങളുടെ പിറകെ ഓടി കൊന്നു തിന്നാനും വേണ്ടിയായിരുന്നു അന്നത്തെ പരിശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നത്. ഈ ഗർഭിണിക്കും ഈ കുഞ്ഞിനെ എടുക്കുന്നവൾക്കും ഈ മൃഗങ്ങളുടെ പിറകെ പോകാനും വൃക്ഷത്തിൻ്റെ മേലെ കയറാനും പറ്റാത്തതുകൊണ്ട് അവൾ എവിടെയെങ്കിലും ഗുഹയ്ക്കകത്തോ പാറമടയ്ക്കുള്ളിലോ വിശ്രമിക്കുമ്പോൾ ബാക്കി കാട്ടാളന്മാർ ഭക്ഷണം തേടിപ്പോയി അവർക്ക് കിട്ടിയ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക്, ആ പങ്ക് അവർ ഗുഹയ്ക്കകത്ത് അവർ തിന്നതിൻ്റെ ബാക്കി അവർക്ക് കൊണ്ടു കഴിഞ്ഞിട്ട് അവളത് തിന്നാൽ ആ പഴത്തിൻ്റെ അകത്ത് കുരുവും തൊലിയും ഉണ്ടല്ലോ, അകത്ത് കുരുവും പുറത്ത് തൊലിയും ഉണ്ടല്ലോ. അത് പല്ലിന് പിടിക്കാത്തതാണ്, കുരു രുചിയില്ലാത്തതാണ്, തൊലിയും കയക്കുന്നതാണ്. അതുകൊണ്ട് അത് വലിച്ചെറിയും പുറത്തേക്ക്. അന്ന് ചവിട്ടുമ്പോൾ തുറക്കുന്ന മൂടിയുള്ള പാത്രമൊന്നുമില്ല. ചവിട്ടുമ്പോൾ തുറക്കുന്ന മൂടിയുള്ള പാത്രം എല്ലാ വീട്ടിലും ഇപ്പോൾ ഉണ്ടല്ലോ. അതൊന്നും ഇല്ലല്ലോ. സൂക്ഷിച്ചു വെക്കാൻ വേസ്റ്റ് ബോക്സ് ഇല്ല. വലിച്ചെറിഞ്ഞിട്ട് അടുത്ത ഭക്ഷണം വരുന്നുണ്ടോ എന്ന് ഗുഹാമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ വെളിച്ചത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. വെളിച്ചത്തിലേക്ക് നോക്കിയിരിക്കുക എന്ന് പറയുന്നത് ജീവജാലങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. വെളിച്ചമുള്ളിടത്ത് നമ്മൾ നോക്കും സ്വാഭാവികമായി. നിങ്ങളുടെ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ, അല്ല വീട്ടിൽ ആരും വർത്തമാനം പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, TV നോക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമല്ല, അത് പ്രകൃതിയുടെ അടിസ്ഥാന ഭാവം. വെളിച്ചം കൂടുതലുള്ളതിടത്തേക്ക് നമ്മുടെ കണ്ണ് ഓടുമെന്നതാണ്. അച്ഛൻ്റെ അമ്മയുടെ മുഖത്തുള്ള വെളിച്ചം എന്ന് പറയുന്നത് അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതല്ല, പുറത്തുള്ള വെളിച്ചത്തിൻ്റെ റിഫ്ലക്ഷനാണ്. പക്ഷെ മൊബൈൽ ഫോണിലും TV-യിലുള്ള വെളിച്ചം പിക്ചർ ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അതുകൊണ്ട് കണ്ണിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക TV-യിലും മൊബൈൽ ഫോണിലുമായിരിക്കും. അതുകൊണ്ട് വർത്തമാനം പറയുമ്പോൾ കുട്ടികൾ മൊബൈലിലും TV-യിലും നോക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമല്ല, അവരുടെ സ്വഭാവദൂഷ്യമല്ല, അത് സ്വാഭാവികമായ ഒരു ചലനമാണ്. ഒറ്റ മാർഗ്ഗമേയുള്ളൂ, ഇത് ദൂരെ വെച്ചിട്ട് അല്ലെ TV പൂട്ടിയിട്ട് മാത്രമേ വർത്തമാനം പറയാവൂ വീട്ടിൽ നിന്നും. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും TV വെച്ചിട്ടാണ് നമ്മുടെ വീടുകളിൽ വർത്തമാനം പറയുന്നത് അല്ലേ. അതിനും കുഞ്ഞുണ്ണി മാഷ് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാഠം,
വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റുന്നു മിക്കപ്പോഴും. വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടാണ്. രാത്രിയിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയാൽ ആരും വായ കാണാഞ്ഞിട്ട് ചോറ് വാരി ചെവി കൊണ്ടാച്ചിട്ടില്ല. വായിലേക്കുള്ള വഴി കാണാപ്പാടാണ്. അപ്പോൾ ടി വിയിൽ നോക്കി ഇത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കൂറ വീണാൽ അത് മുളകാണെന്ന് വിചാരിച്ച് ചാലിച്ച് കൂട്ടുന്നതും ചെയ്യും. അതുകൊണ്ട് ഇത് പൂട്ടിയിട്ട് വർത്തമാനം പറയുന്ന വീടുകൾ ഉണ്ടാവണം. മൊബൈൽ ഫോണും ടി വിയും വർത്തമാനം പറയുന്നിടത്ത് പ്രവേശിക്കാൻ അനുവദിക്കരുത്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രകാശമുള്ളിടത്തേക്ക് നോക്കും. എലിപ്പത്തായത്തിൻ്റെ സാങ്കേതിക വിദ്യ എന്താണ്? മരം കൊണ്ടുണ്ടാക്കിയ എലിപ്പത്തായം രാത്രി തന്നെ എലിക്ക് ഒറ്റ രാത്രി കൊണ്ട് അത് കരണ്ട് മുറിച്ച് പുറത്ത് കിടക്കാൻ കഴിയും. പക്ഷേ അത് ശ്രമിക്കാതിരിക്കാൻ വേണ്ടി അന്നത്തെ ആശാരിമാരുണ്ടാക്കി വെച്ചിരിക്കുന്ന എലിപ്പത്തായത്തിൻ്റെ ഒരു ഭാഗത്ത് കമ്പിയിട്ടിരിക്കുന്നത് പുലരുന്നത് വരെ വെളിച്ചവും നോക്കിയിരിക്കാനാണ്. അല്പം വെളിച്ചം കിട്ടുമല്ലോ. തുരക്കാൻ നോക്കാതെ ഈ വെളിച്ചം നോക്കിയിരിക്കും. അപ്പോഴേക്ക് ആള് കാണും. അതിനു വേണ്ടിയ വെളിച്ചത്തോട് പുഴയുടെ അരികിലുള്ള വൃക്ഷക്കൊമ്പുകൾ അല്ലെങ്കിൽ തെങ്ങ് പുഴയിലേക്ക് ചായുന്നത് വെളിച്ചത്തോടുള്ള ആഭിമുഖ്യം കൊണ്ടാണ്. വീടിൻ്റെ അടുത്ത് നട്ടിരിക്കുന്ന വൃക്ഷം വീട്ടിലേക്ക് എപ്പോഴും ചായുന്നത് വീടിൻ്റെ മേലെ മറ്റ് സസ്യങ്ങളില്ലാതെ വെളിച്ചമുള്ളത് കൊണ്ടാണ്. ഞാൻ ഈ വെളിച്ചവും നാദവും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായി പറയുന്നത്. ഈ വെളിച്ചത്തിലേക്ക് നോക്കുക. അപ്പൊ ഗുഹാമുഖത്ത് വെളിച്ചമുള്ളത് കൊണ്ട് ആ വെളിച്ചത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് ഈ കാട്ടാളത്തി. നമുക്ക് കാട്ടാളത്തി നിന്ന് വിളിക്കാം. ഇന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ പുറത്ത് മഴ പെയ്തിട്ട് ഇവൾ പുറത്തേക്ക് എറിഞ്ഞ കുരു കുതിർന്ന് ആ കുതിർന്ന കുരുവിൽ നിന്ന് മാണി സാറിൻ്റെ ചിഹ്നം പൊങ്ങി വന്നു. 2 ഇല പൊങ്ങി വന്നു. മനസ്സിലായോ? 2 ഇല പൊങ്ങി വന്നു. ആ 2 ഇല 4 ഇല 8 ഇലയായി ഇങ്ങനെ മാറുമ്പോൾ ആ ഇലയിൽ തന്നെ ഇവൾ സൂക്ഷിച്ചു നോക്കുകയാണ്. കാരണം അവൾക്കന്ന് വേറെ ഒരു പണിയില്ല. ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ല എന്ന് മാത്രമല്ല, അടിച്ചു വാരണ്ട വീടില്ല, വസ്ത്രം കഴുകണ്ട വസ്ത്രമില്ല, പാത്രം കഴുകണ്ട പാചകമില്ല. 12 മണിക്കൂർ അന്നുമുണ്ട് അല്ലേ? പകലിന് അന്നും 12 മണിക്കൂറുണ്ട്. സമയം തളം കെട്ടിക്കിടക്കുകയാണ്. ഈ തളം കെട്ടിക്കിടക്കുന്ന സമയമാണ് കാവ്യത്തെ സൃഷ്ടിക്കുന്നതെന്ന് നിങ്ങൾ അറിയുമോ? കാവ്യത്തെ സൃഷ്ടിക്കുന്നതിന് സമയം വേണം. രാമായണവും മഹാഭാരതവും എഴുതുന്ന കാലത്ത് കമ്പ്യൂട്ടറില്ല, ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന സത്യം അറിയില്ല. എന്നിട്ടും അതുപോലെ ഒന്നും ഇന്ന് എഴുതാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അന്ന് സമയമുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നേരമില്ല എന്നതാണ്, സാവകാശമില്ല എന്നതാണ്. സമയം ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ ഈ 12 മണിക്കൂർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ മനസ്സിൽ ആദ്യത്തെ ചിന്തയുണ്ട് പൊട്ടിമുളക്കുന്നത്. ആദ്യത്തെ ചിന്ത എന്താണെന്നറിയുമോ? ഉപമയാണ് ആദ്യത്തെ ചിന്ത. എന്താണ് ഉപമ? ഈ കുരുവിൽ നിന്ന് പുറത്തു വന്ന ഇലയും ഈ കുരു പഴം പറിച്ചെടുത്ത വൃക്ഷത്തിന്റെ ഇലയും സെയിമാണ്. അത് തന്നെ ഇത് എന്ന് പറഞ്ഞാൽ കുരുവിനകത്ത് മരമുണ്ടെന്ന അറിവാണ് ആദ്യത്തെ അറിവ്. നട്ട മുളക്കുമെന്ന അറിവാണ് ആദ്യത്തെ അറിവ്. അതാ നട്ട മുളക്കും. ഈ അറിവിന്റെ ഒരു പ്രത്യേകത പ്രകാശമാണല്ലോ. വിദ്യുത് ശക്തി, വിദ്യുത്ത്, തടിത്ത്, സൗമിനി, സൗദാമിനി, ഇടിമിന്നലിന്റെ പര്യായമാണ്. വിദ്യുത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശമെന്നാണ് അർത്ഥം. വിദ്യുത്ത് പ്രകാശത്തിന്റെ ഒരു പ്രശ്നം, നിങ്ങളുടെ വീട്ടിന്റെ വരാന്തയിൽ ഒരു ബൾബിട്ടാൽ ആ ബൾബിന് നിങ്ങളുടെ വീടിന്റെ മതിൽ വരെയേ പോകാൻ പാടുള്ളൂ എന്ന് നിങ്ങൾക്ക് നിബന്ധന വെക്കാൻ പറ്റില്ല. അതിനാവുന്നത്ര ദൂരം പോവും. പ്രകാശത്തെ പിടിച്ചു വെക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ പ്രകാശം തന്നെയാണ് ഒരു പുതിയ അറിവ്. നമുക്കൊരു പുതിയ അറിവുണ്ടായാൽ, ഒരു പുതിയ രഹസ്യം അറിഞ്ഞാൽ അത് ആരോടൊക്കെ പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. രസതന്ത്രം എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമയിൽ മോഹൻലാലിൻ്റെ കൂടെ താമസിക്കുന്ന പയ്യൻ ആണല്ല പെണ്ണാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്നസെൻ്റ് അത് ആരോടും പറയാൻ പറ്റാഞ്ഞിട്ട് രാത്രിയിൽ ശ്വാസം മുട്ടിക്കളിക്കുന്ന രംഗമുണ്ട്. അത് ഇന്നസെൻറ്റിൻ്റെ കുഴപ്പമല്ല, അറിവിൻ്റെ കുഴപ്പമാണ്. ഇതാരോടും ഒന്ന് പറയണം. നമ്മളിതിങ്ങനെ നാട്ടിൽ ഒരു തെറ്റായ ധാരണയുണ്ട്, ആരോടും ഒന്നും പറയരുതെന്ന് അല്ലേ? ഒന്നും ആരോടും പറയരുതെന്ന് പറയണമെന്നേ, ആളുകൾ പറയട്ടെന്നേ. പറഞ്ഞതിൻ്റെ പേരിൽ പ്രശ്നം തീർക്കാനല്ലേ നമുക്ക് ബുദ്ധി തന്നത്. ഇതൊന്നും മിണ്ടണ്ട, ആരും മിണ്ടണ്ട. ഇപ്പൊ ബസ്സിൽ ഞാനിങ്ങനെ ട്രെയിനിൽ വരിക, ഞാൻ ട്രെയിനിൽ വരുമ്പോൾ ആ ട്രെയിനിൽ മുഖത്തോട് മുഖം നോക്കി, ബസ്സിലാണെങ്കിൽ ഒരു ഭാഗത്ത് നോക്കിയിരിക്കുക, ട്രെയിനിൽ മുഖത്തോട് മുഖം നോക്കിയിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ ഒരാളും ഒന്നും മിണ്ടുന്നില്ല. തൃശ്ശൂരിൽ നിന്ന് കുറേ കോളേജ് വിദ്യാർത്ഥികൾ കയറി. അപ്പം ഞാൻ വിചാരിച്ചു അവരെന്തെങ്കിലും പറയായിരിക്കും. നോക്കുമ്പോൾ അവർ ICU കിടക്കും പോലെ ഇരിക്കുക.
വയറെല്ലാം കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക, ഒന്നും മിണ്ടുന്നില്ല. പറയാതെ മൂകാസുരനെ കൊന്നിട്ടാണ് സരസ്വതി മൂകാംബികയായത്. മൂകാംബിക എന്ന് സരസ്വതിക്ക് പേര് വന്നത് മൂകാസുരനെ കൊന്നിട്ടാ. മൂകാസുരൻ എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുന്നതാ. മൂകമായി ഇരിക്കുന്നവനെല്ലാം അസുരനാണ്, മിണ്ടാതിരിക്കുന്നവൻ അസുരനാണ്. മൂകതയെ ഭഞ്ജിച്ചവളാണ് സരസ്വതി. അപ്പൊ മൂകാംബിക എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നതിനെ ഭഞ്ജിക്കണം. അതുകൊണ്ട് പറയുകയും കേൾക്കുകയും വേണം, പറയുകയും കേൾക്കുകയും വേണം. പറയട്ടെ. അപ്പോ തൻ്റെ മനസ്സിലുള്ള അറിവ് ആരോടൊന്ന് പറയണ്ടേ, ഈ പുതിയ അറിവ്. ആ പറയാൻ വാക്കുകളില്ലെന്ന്. അങ്ങനെയാണ് ആദ്യം ആ കാട്ടാളത്തിയുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത്. ഒരു കാര്യം പറയാം. അതുവരെ അപകടം പറ്റുമ്പോൾ നിലവിളിക്കും മൃഗങ്ങൾ, പക്ഷിമൃഗാദികൾ നിലവിളിക്കും. സന്തോഷമുണ്ടാകുമ്പോൾ മാന്തളിർത്തിന്നൂമതിച്ചോരീളം കൂയിൽ കുന്തേൻ കൂഴമ്പാൽ നിൻ കർണയുഗ്മം ചാലേ നീറപ്പാനായുന്മേഷ മേളത്തോടോരോ ഒടക്കുഴലീടെ കുതിയിടുന്നു. മാന്തളിർത്തുന്ന് ആനന്ദമുണ്ടാകുമ്പോൾ കുയിലുകൾ പാട്ടുപാടാറുണ്ട്. ആനന്ദത്തിൻ്റെയും വയറ് നിറഞ്ഞ സന്തോഷത്തിൻ്റെയും ഇണചേർന്ന സന്തോഷത്തിൻ്റെയും ഇണയെ ആകർഷിക്കുവാനും സങ്കടങ്ങൾ വരുമ്പോൾ ഭയമുണ്ടാകുമ്പോഴും ഒക്കെയാണ് അന്ന് ശബ്ദം പുറപ്പെടുവിക്കുക. എന്നാൽ ഒരാശയം, എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആദ്യത്തെ ആശയവിനിമയം ഏഹേ അട്ടഹാസ ശബ്ദത്തിൽ തൻ്റെ കൂട്ടുകാരെ വിളിച്ചു വരുത്തുകയാണ്. പ്രത്യേക ദൗത്യത്തോടുകൂടി ആദ്യത്തെ നാദമുണ്ടായത് അവിടെയാണ്. കൂട്ടുകാരെ വിളിക്കുന്നു. അപ്പൊ എന്താണ് അറിയാൻ കേട്ട കൂട്ടുകാർ, കാട്ടാളന്മാര്, ഇതെന്താണ് ഈ ശബ്ദം? ഭയത്തിൻ്റെതല്ലല്ലോ, സന്തോഷത്തിൻ്റെ അല്ല. അപ്പൊ ഭയത്തിൻ്റെതും സന്തോഷത്തിൻ്റെതും അല്ലാതെ അതിൻ്റെ ഇടയിലൊരു ശബ്ദം ആദ്യം കേൾക്കുക. അവർ ഭയന്നിട്ട് നിലവിളിക്കും, സന്തോഷിച്ചിട്ട് ആനന്ദം പ്രകടിപ്പിക്കും. ഇത് ഭയന്നിട്ടുമല്ല സന്തോഷിച്ചുമല്ല, അതിൻ്റെ ഇടയിലൊരു ശബ്ദം. ഏഹേ, എൻ്റെ ബാല്യം ഞാൻ ഈ നാദം കേട്ടിട്ടാണ്. എൻ്റെ വീടിൻ്റെ മുന്നിൽ വലിയ പാടമാണ്. പാടത്തിൻ്റെ അപ്പുറത്തൊരു കുന്നുണ്ട്. ആ കുന്ന് കാപ്പുംകുന്ന് എന്നാ പറയാം. ഈ കാപ്പുംകുന്നിലാണ് ജാനു താമസിക്കുന്നത്. ജാനകിയെ ജാനു ഞങ്ങൾ വിളിക്കുക. എൻ്റെ വീടിൻ്റെ വലത്തുവശത്താണ് ചിരുതയ്യമ്മ. ശ്രീദേവിയെ ചിരുതൈ എന്ന് വിളിക്കും. ചിരുതയ്യമ്മ കൃഷിപ്പണിയുണ്ടെങ്കിൽ, നെല്ല് കൊയ്യാനോ നെല്ല് നാട്ടി നടാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ വിളിച്ചിട്ടൊരു അലാറം മുഴക്കും. അത് കേട്ടിട്ടാണ് ഞങ്ങൾ ഉണരുക. ജാനുവേ, അതിൻ്റെ എക്കോ കാപ്പുംകുന്നെന്നുള്ള റിഫ്ലക്ഷനാണ് എൻ്റെ ബാല്യത്തിലെ ഏറ്റവും മനോഹരമായ സ്മൃതി. ഈ വിളിയാണ് ദേവരാജ മാഷി വയലാറിൻ്റെ ഒരു പാട്ടിൽ ചേർത്തിട്ടുണ്ട്. ഒന്നാം മാനം പൂമാനം, പിന്നത്തെ മാനം പൊന്മാനം, പൂമാനത്തിനും പൊന്മാനത്തിനും മീതേ ഭൂമി പെണ്ണിൻ്റെ വേളിച്ചെറുക്കൻ്റെ തോണി എന്ന പാട്ടിൽ സ്വർണ്ണക്കോടി മരം നട്ടു പീഡിപ്പിച്ച പൊന്നമ്പലത്തിൻ്റെ മുറ്റത്തു വെച്ചോ ജാനുവേ. ഈ വായ്ത്താരിയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഈ വിളി, ചൊല്ലിവിളി. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഇന്നലെ അന്തിക്ക് അങ്ങോട്ടിങ്ങോട്ട് ഈ വഴി തൻ വധൂനിലയങ്ങൾ തേടി ഗമിച്ചൊര ഗ്രാമീണർ പേർത്തികമടങ്ങുമ്പോൾ തമ്മിലോതിയിടും താമ്പൂലാർദ്രമാം കുശലോക്തി. താമ്പൂലാർദ്രമായ വിളികൾ, കുശലോക്തികൾ, അതിനെപ്പറ്റി പറഞ്ഞു. വെറ്റില മുറുക്കിക്കൊണ്ടിരിക്കുന്ന ആർദ്രമായ കുശലോക്തിയെ പറ്റി പറയുന്നു. ഈ വിളിയിൽ നിന്നാണ് ഹമ്മിങ് ഉണ്ടായത്. മനസ്സിലായോ? അപ്പൊ ഏഹേ എന്ന് വിളിച്ചു. അപ്പൊ ഓഹോ എന്നൊരു മറുപടി ഉണ്ടായി. കാട്ടാളത്തോ അവർ ഓടി വന്ന് 4 മൂലക്കുന്ന് വന്ന 4 ആളും വിളിച്ചു ചേർത്തോ ഇവളും കൂടിയിരുന്നിട്ട് ചർച്ച ചെയ്യാൻ. നട്ടാൽ മുളക്കുമെന്ന വാക്കുണ്ടോ? കുരുന്നോ മരമെന്നോ വാക്കുണ്ടോ? ഒന്നുമില്ല. എങ്ങനെ ഇത് ബോധ്യപ്പെടുത്തും? ഈ കുരു അതുവരെ ഭക്ഷണം ഉള്ളെടുത്ത് പോയി തിന്നല, ഭക്ഷണം തേടിപ്പോക്ക. താൻ ഉള്ളെടുത്ത് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിക്കുന്നത് ഈ ആശയം ബോധ്യപ്പെട്ടപ്പോഴാണ്. ഉള്ളെടുത്ത് പോയി തിന്നലല്ല, താൻ ഉള്ളെടുത്തുണ്ടാക്കാം എന്ന ഐഡിയ ആണ് ആദ്യത്തെ ഐഡിയ. മനുഷ്യനുണ്ടാവുന്ന അങ്ങനെയാണ്. താൻ ഉള്ളെടുത്ത് ഭക്ഷണം ഉണ്ടാക്കാം. പക്ഷെ ഇത് ബോധ്യപ്പെടുത്താൻ ഏറെ കാലത്തെ പരിശ്രമത്തിലൂടെയാണ്. കുരുവിൻ്റെ അകത്ത് മരമുണ്ടാവും, നമ്മൾ വിചാരിച്ചെടുത്ത് ഭക്ഷണമുണ്ടാക്കാം. ഭക്ഷണം ഉൽപാദനത്തിനാണ് ആദ്യത്തെ ആശയവിനിമയം ഉണ്ടായത്.
ഈ ആശയം ഏറെ കാലം കൊണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് 2-3 മാസം മുമ്പ് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക മച്ചാട്ട് വാസന്തിയുടെ നാടകഗാനത്തിലെ ഒരു വരി ഉണ്ടാകുന്നത്. ആ വരിയിലെ അർത്ഥം അന്നുണ്ടായി. നാടകഗാനം അത് പിന്നെ യേശുദാസ് സിനിമാ പാട്ടായിട്ട് പാടിയിട്ടുണ്ട്. മച്ചാട്ട് വാസന്തി പാടിയ നാടകഗാനം ഓർമ്മയുണ്ടോ? അക്കാണും മാമല വെട്ടി വയലാക്കി ആര്യൻ വിത്തെറിഞ്ഞു, പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നെല്ലിൻ പൂങ്കരളി എന്ന പാട്ട്. ആ ആര്യൻ ഉണ്ടാവുന്നു. ആര്യൻ എന്താ? ആര്യൻ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നവനാണ്. അവൻ വയലുണ്ടാക്കിയിട്ട് ആദ്യം വിത്തിട്ടപ്പോഴാണ് മനുഷ്യന് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്, സ്ഥാനമുണ്ടാകുന്നത്. അധ്വാനം ആരംഭിച്ചപ്പോൾ സ്ഥാനമുണ്ടായി. കാരണം ഇത് വലുതാവോ, മുളച്ച വലുതാവോ, വലുതായ പൂക്കോ, പൂത്ത കായ്ക്കോ എന്ന് അറിയാൻ വേണ്ടി ആദ്യമായിട്ട് അവന് സ്ഥിരവാസം ഉണ്ടായി. ആ സ്ഥിരവാസം ഉണ്ടായപ്പോഴാണ് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ മേൽക്കൂര ഉണ്ടാക്കിയത്, പർണശാലകൾ ഉണ്ടാക്കിയത്. മഴവെള്ളം കിടന്ന ശരീരത്തിലൂടെ ഒഴുകാതിരിക്കാൻ മണ്ണ് വാരിക്കൂട്ടി തറയുണ്ടാക്കിയത്. ആ തറ പിന്നീട് കല്ലിൻ്റെതും കോൺക്രീറ്റൊക്കെയായി മാറിയത് ആദ്യത്തെ തറ കിടന്നട ശരീരത്തിലൂടെ വെള്ളം ഒഴുകാതിരിക്കാനാണ്. അതിനകത്തേക്ക് പക്ഷിമൃഗാദികൾ കടന്നു വരാതിരിക്കാൻ പിന്നീട് പനയോലകൾ കൊണ്ടും ചളിക്കട്ടകൾ കൊണ്ടും ചുമരുണ്ടാക്കി. അങ്ങനെ അവരാദ്യമായി സ്ഥിര സ്ഥാനത്തിലേക്ക് മാറി. ആ സ്ഥാനമാണ് മനുഷ്യ സംസ്കാരത്തിൻ്റെ രാഷ്ട്രമായി വളർന്നതെന്ന് അറിയണം. സ്ഥാനം ആരംഭിക്കുന്നവിടെയാ. അതാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും കസാക്കിസ്ഥാനും കുർദിസ്ഥാനും ഹിന്ദുസ്ഥാനുമായി മാറിയത്. ആദ്യം കൃഷി ചെയ്യാൻ ആരംഭിച്ചപ്പോൾ നട്ടപ്പോഴാണ്. ഇത് വിളവെടുക്കാൻ സ്ഥിരതാമസമാക്കി. അങ്ങനെ സ്ഥിരതാമസമാക്കിയപ്പോ അടുത്തിരുന്നു ഉപനിവിഷ്ടരായി. സംസ്കൃതത്തിൽ അതിന് ഉപവിഷ്ടരായി. ഉപനിഷത്തിന്റെ ഉത്ഭവം അവിടെയാണ്, അടുത്തിരുന്നപ്പോഴാണ്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ നിശേഷ സത്യത്തെ അടുത്തിരുന്ന് ചർച്ച ചെയ്തുണ്ടാക്കിയതാണ് ഉപനിഷത്ത്. അടുത്തിരുന്നപ്പോ അട്ടഹാസം വേണ്ടല്ലോ, ഏഹേ വേണ്ട. അട്ടഹാസത്തിൽ നിന്ന്, കാട്ടാളത്വത്തിൽ നിന്ന് ആദ്യത്തെ നാദം മെല്ലെ പറയാൻ തുടങ്ങി. ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം എന്നൊക്കെ നമ്മളിപ്പോ താഴ്ത്തി പാടുന്നില്ലേ യേശുദാസ്? ഈ താഴ്ത്തിപ്പാടൽ വന്നത് അടുത്തിരിക്കാൻ തുടങ്ങിയപ്പോഴാ. അട്ടഹാസം ഉണ്ടായി. അട്ടഹാസത്തിൽ നിന്ന്, ഒച്ചയിൽ നിന്ന് നാദമുണ്ടായി. മെല്ലെ പറയാൻ തുടങ്ങി. അടുത്തിരുന്നപ്പോഴാണ് നാണം വന്നത്. അടുത്തിരുന്നപ്പോൾ നാണം വന്നു. ഉടുതുണിയില്ല, വസ്ത്രം ധരിച്ചിട്ടില്ല. അങ്ങനെ നാണം മറക്കാൻ വേണ്ടി കാട്ടുവള്ളികൾ മെടഞ്ഞ് ത്രികോണാകൃതിയിൽ ഒരു ഗുഹ്യഭാഗത്തിൻ്റെ ഷെയ്പ്പ് എല്ലായിടത്തും ത്രികോണാകൃതിയിലാണ് ലോകത്തെല്ലാ മനുഷ്യർ. അതുകൊണ്ട് ത്രികോണാകൃതിയിലൊരു തുണി ഉണ്ടാക്കി. അതിന് സംസ്കൃതത്തിൽ കച്ചത്രമെന്ന് പറയും. മലയാളത്തിൽ അത് 3 കോണിനകത്തായതുകൊണ്ട് കോണകമെന്നും പറയും. 3 കോണിനകത്തായതുകൊണ്ട് കോണകം, കച്ചത്രം. ആ കച്ചത്രം എന്ന വാക്ക് മലയാളത്തിൽ പിന്നെ കച്ചട്ടമായി. മനുഷ്യൻ ആദ്യം പൈസ കൊടുത്ത് വാങ്ങിയ സാധനം കച്ചട്ടമാണ്. മറ്റൊന്നും പൈസ കൊടുത്ത് വാങ്ങിയിരുന്നില്ല, വസ്ത്രമാണ് കച്ചട്ടം. അതുകൊണ്ട് കച്ചട്ടം വിൽക്കുന്നവരെ കച്ചട്ടക്കാരെന്നും, ആ കച്ചട്ടക്കാരെന്ന വാക്കിൽ നിന്നാണ് കച്ചവടക്കാർ എന്ന വാക്കുണ്ടായത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ ഡോക്ടർ ടി പി സുകുമാരൻ മാഷയുടെ ഉർവരതയുടെ താളം എന്ന പുസ്തകത്തിൽ അദ്ദേഹം വാക്കുകളുടെ ഉൽപ്പത്തിയെ പറ്റിയിട്ട് പറയുന്ന ഭാഗത്തിൽ പറയുന്നു, കച്ചവടക്കാർ എന്ന വാക്കുണ്ടായത് കോണകം വിൽക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് തുടങ്ങിയത് എന്ന്. കോണകം. അപ്പോൾ സംസ്കാരം ഉണ്ടാകുന്നു. അടുത്തിരുന്നപ്പോൾ നാണം മറക്കുന്നു. ആ ശബ്ദം താഴ്ത്തി പറയുന്നു. അങ്ങനെ 2 ശബ്ദം ഉണ്ടായി. എന്താ ശബ്ദം? ഒന്ന് എക്സ്ട്രീം ശബ്ദം, ഒന്ന് ഏറ്റവും ലോവസ്റ്റ് ശബ്ദം. ആ ശബ്ദത്തിന് സംഗീതജ്ഞന്മാർ ഉദാത്തമെന്നും അനുദാത്തമെന്നും പറയും. ഉദാത്തം ശബ്ദം എന്ന് പറഞ്ഞാൽ ഉച്ചസ്ഥായി ശബ്ദം, അനുദാത്ത ശബ്ദം എന്ന് പറഞ്ഞാൽ നീചസ്ഥായി ശബ്ദം. 2 ശബ്ദം ഉണ്ടായി. പിന്നീടാണ് കുറച്ചുകൂടി ആള് അടുത്തിരിക്കാൻ തുടങ്ങി. 5 ആൾ ഒത്തുകൂടി. 4 മൂലക്കുന്ന് വന്ന 4 ആളും വിളിച്ചു ചേർത്ത ഒരാളും, അങ്ങനെ 5 ആൾ ഒത്തുകൂടി. 5 ആൾ ഒത്തുകൂടിയിട്ട് ഗ്രാമങ്ങളുണ്ടായി. ആ ഗ്രാമത്തിന് ഭാരതത്തിൽ 5 ആൾ ഒത്തുകൂടുന്ന ഇടം എന്നായിരുന്നു പേര്. 5-ന് സംസ്കൃതത്തിൽ പഞ്ചമെന്നും ഒത്തുകൂടുന്നതിന് അയത്തെന്നും പറയും. അങ്ങനെയാണ് ഈ പഞ്ചായത്ത് എന്ന വാക്കുണ്ടായത്. പഞ്ചായത്ത്, 5 പേര് ഒത്തുചേരുന്നത്. 5-ന്റെ പ്രത്യേകത ഒറ്റ സംഖ്യയാണ്. ഡെമോക്രസിയെ പറ്റിയിട്ടുള്ള ഭാരതത്തിൻ്റെ സങ്കല്പം ഒറ്റ സംഖ്യയാണ് ഡെമോക്രസിയുടെ നമ്പർ.
അതുകൊണ്ടാണ് വിവാഹ നിശ്ചയത്തിന് 11 ആളോ 13 ആളോ 15 ആളോ പോകുന്നത്. കമ്മിറ്റിയിൽ 11 15 ആളുകൾ എടുക്കുന്നത്. ഒറ്റ നമ്പർ എടുക്കാൻ കാരണം നറുക്കെടുപ്പിന്റെ സംവിധാനം അന്ന് അറിയില്ലായിരുന്നു. ഇരട്ട നമ്പർ ഉണ്ടായാൽ പകുതിയും പകുതിയായിട്ട് പിന്നെ എന്ത് തീരുമാനിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഒറ്റ നമ്പർ ഉണ്ടായാൽ ഒരു ഭാഗത്തൊന്ന് കൂടും. അതാണ് ജനാധിപത്യത്തിന് നമ്പറാണ് ഒറ്റ നമ്പർ. അതാണ് പഞ്ചത്തിന്റെ പ്രത്യേകത. 5 പേര് ഒത്തുചേർന്ന് ഗ്രാമങ്ങളുണ്ടായി. ആ ഗ്രാമത്തിൽ അട്ടഹാസവും മെല്ലപ്പറച്ചിലും കുറച്ചാളുകൾ ഒത്തുകൂടിയപ്പോൾ നടുക്കൊരു ശബ്ദം ഉണ്ടായി. കുറച്ചുകൂടി ഒച്ചത്ത് പറയാം, എന്നാൽ അട്ടഹാസം വേണ്ട. അങ്ങനെയാണ് സ്വരിതമുണ്ടാകുന്നത്. ഉദാത്ത അനുദാത്ത സ്വരിതങ്ങൾ ഉണ്ടാവുന്നു. ഉദാത്ത അനുദാത്ത സ്വരിതം ബേസിക്കായിട്ട് 3 ശബ്ദം ഉണ്ടായി. പിന്നീടാണ് സംഗീതജ്ഞന്മാർ പിന്നെ ഉപകരണങ്ങളും സംഗീതങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ 2 പന്തി എന്ന് പറഞ്ഞാൽ അനുദാത്തത്തിൻ്റെയും സ്വരിതത്തിൻ്റെയും മധ്യത്തിലുള്ളൊരു പന്തി, സ്വരിതത്തിൻ്റെയും ഉദാത്തത്തിൻ്റെയും മധ്യത്തിലുള്ള പന്തിയിൽ ഈ 2 ശബ്ദങ്ങളും കൂടി ചേർത്ത് തട്ടേഴാക്കി. പിന്നെ ചേർത്ത 4 ആദ്യം ഉണ്ട 3 4 3 7 ശബ്ദങ്ങൾ, സപ്തസ്വരങ്ങളുണ്ടായി, സ്വരമുണ്ടായി. ആ സ്വരങ്ങളെ ക്രമീകരിക്കാൻ തുടങ്ങി. ഈ സ്വരങ്ങളെ ക്രമീകരിക്കാൻ തുടങ്ങിയപ്പോൾ അട്ടഹാസ ശബ്ദത്തിന് നമ്മൾ സംസ്കൃത വാക്ക് കണ്ടുപിടിച്ചവർ നമ്മൾ പറഞ്ഞു കാട്ടാളൻ്റെ ഒച്ച. കാട്ടാളൻ്റെ ഒച്ചയാണ് അട്ടഹാസം. കാട്ടാളനെ നമ്മൾ വിളിച്ചത് നിഷാദൻ എന്നല്ലേ. മാ നിഷാദ, അരുത് കാട്ടാള. അതുകൊണ്ട് കാട്ടാളൻ്റെ ഒച്ചയ്ക്ക് നിഷാദം എന്ന് പേര് കൊടുത്തു അല്ലേ. താണ ശബ്ദത്തിന് ഷഡ്ജം എന്ന് പേര് കൊടുത്തു. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം. നിഷാദം, കാട്ടാളന്റെ ശബ്ദം. ഹിസൈൻ അബ്ദുള്ള സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. അതിലാണ് മലയാളികൾ ഇത് നന്നായി പഠിച്ചത്. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം എന്ന് പറയുന്നു അല്ലേ. അപ്പൊ നല്ല ഗംഭീരത്തിൽ കൈതപ്പുറത്തിൽ അഹന്തയോടുകൂടി ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം. രവീന്ദ്രന്റെ ശബ്ദത്തിൽ അഹന്തയുടെ ശബ്ദമാണ്. അതിനുശേഷം ഷഡ്ജത്തിലേക്ക് ഋഷഭത്തിലേക്കും കടന്നിട്ട് നിഷാദത്തിലെത്തിയപ്പോ ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം എന്ന് പറഞ്ഞിട്ട് സംഗീതത്തിലേക്ക് നിഷാദത്തിലേക്ക് ഒരു പോക്കുണ്ട്. സംഗീതം സംഗീതം നിഷാദം, സപ്തസ്വരങ്ങൾ. ആ നിഷാദത്തിൽ നിന്ന് ഷഡ്ജത്തിലേക്ക് ശബ്ദം താഴ്ത്തി പറയാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യന് സംസ്കാരമുണ്ടായത്. മനസ്സിലായത്? അതുകൊണ്ട് സംസ്കാരവും നാദവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. മെല്ലെ പറയാൻ തുടങ്ങി. അതുകൊണ്ട് മെല്ലെ പറയുന്നത് സംസ്കാരമാണ്. നിങ്ങളുടെ വീട്ടിൽ മക്കളെ കാട്ടാളത്വമാണോ മാനവികതയാണോ ഉണർത്തുന്നത് എന്ന് നിങ്ങളുടെ വീട്ടിലെ ശബ്ദത്തെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഇതിലുണ്ടല്ലോ, ഇത് നമ്മുടെ ആംപ്ലിഫയറിൽ ഈ ശബ്ദം റെക്കോർഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ബൾബ് കത്തുമല്ലോ. മെല്ലെ പറയുമ്പോൾ ഒന്നോ രണ്ടോ ബൾബ് കത്തും. ഫുൾ ബൾബ് കത്തുന്ന ശബ്ദത്തിലാണ് രാവിലെ മക്കളെ വിളിക്കുന്നതാണോ? ആണോ? ഭക്ഷണമൊന്നും ആയിട്ടില്ല, സ്കൂൾ ബസ് വരേണ്ട സമയമായി, പയ്യനാണ് എഴുന്നേറ്റില്ല, ഇതാണ് മിക്ക വീട്ടിലും. നിഷാദത്തിലാണ് നമ്മുടെ മക്കളെ വിളിക്കുന്നത്. നിഷാദത്തിലാണ് നമ്മുടെ മക്കളെ വിളിക്കുന്നത്. അവനെ ഉണർത്തുന്നത് കാട്ടാളത്വമാണ്. അവനെ നാദത്തിൽ വിളിക്കാൻ അറിയില്ല രക്ഷിതാക്കൾക്ക്. ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് പറഞ്ഞപ്പോൾ ഒരു രക്ഷിതാവ് പറയാ, ഞങ്ങള് ഷഡ്ജത്തിലാ വിളിക്കുക, എന്നിട്ട് എഴുന്നേറ്റാതിരിക്കുമ്പോൾ ഋഷഭത്തിലേക്ക് മാറും, പിന്നെ അവസാനം നിഷാദത്തിലെത്തിയാൽ ഇവൻ എണീക്കും, അതുകൊണ്ടാ പറ്റുന്നതെന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, മെല്ലെ മെല്ലെ തുടങ്ങിയല്ലോ, തുടങ്ങിയിട്ട് നിഷാദത്തിലെത്തുന്നല്ലേ. ആദ്യം തന്നെ നിഷാദത്ത് തുടങ്ങരുത്. രാവിലെ കുട്ടികളെ ഉണർത്തുന്ന ശബ്ദം ഒരു പ്രധാന ഘടകമാണ്. രാമൻ അഭിഷേകം മുടങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ കാണുന്ന കാഴ്ച ലക്ഷ്മണനെയാണ്. ലക്ഷ്മണൻ അമ്പും വില്ലും എടുത്ത് കുഴിയെ കുലച്ചു കൊണ്ടിട്ട് ദശരഥനെയും ഞാൻ കൊല്ലും, കൈകേയിനെയും ഞാൻ കൊല്ലും, അയോധ്യ ചുട്ട് ചാമ്പലാക്കുമെന്ന് പറഞ്ഞ് കത്തിജ്വലിച്ചു നിൽക്കുന്ന ലക്ഷ്മണനെ പോയിട്ട് സമാധാനിപ്പിക്കുന്നത് രാമനാണ്. സത്യത്തിൽ ഈ വിഷയം ആരെയാ ബാധിക്കുന്നത്? രാമനെയാണ്.
പക്ഷെ രാമന് ദേഷ്യം വന്നില്ല. ലക്ഷ്മണനെ ആശ്വസിപ്പിക്കാൻ പോയതാണ് രാമായണത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടി നിന്നുടെ വാക്കുകൾ എന്ന് സാന്ത്വനിപ്പിക്കാൻ രാമൻ പോകുന്നത് എങ്ങനെയാണ്? രാമനെ വിളിച്ചുണർത്തുന്ന ശബ്ദം എന്താ? രാമനെ വിശ്വാമിത്രം വിളിക്കുന്നത് ദശരഥം പറ്റിച്ചു, കൈകയെ പറ്റിച്ചു, സകലവും പോയി എന്നൊന്നുമല്ല. നമ്മളങ്ങനെയാണല്ലോ, നെഗറ്റീവ് വാർത്തകൾ ഇങ്ങനെ പെട്ടെന്ന് രാവിലെ തന്നെ പറയുക എന്നുള്ളത്. ഇതൊന്നുമല്ല. വിളിച്ചുണർത്തുന്നത് കൗസല്യ സുപ്രജാ രാമ പൂർവസന്ധ്യാപ്രവർത്തതേ എന്നാണ്. കൗസല്യയുടെ നല്ല മോനെ എന്നാ. ആദ്യം തന്നെ അവനൊരു ഒരു പശ്ചാത്തലം ഒരുക്കി കൊടുത്തു. അതിപക്വമതിയായിരിക്കുന്ന അമ്മയുടെ മകനെ, കൗസല്യയുടെ മകനെ എന്നാ വിളിച്ചത്. ദശരഥന്റെ മകനെ എന്നല്ല വിളിച്ചത്. കൗസല്യ രഘുകുലോത്തമനായിരിക്കുന്നവനെ എന്നല്ല വിളിച്ചത്. കൗസല്യയുടെ മകനെ, അമ്മയുടെ മകനെ. അങ്ങനെയുള്ള രാമ കിഴക്കുഭാഗത്ത് പ്രഭാത സന്ധ്യ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രോഗ്രഷൻ നോക്കൂ. പ്രഭാത സന്ധ്യയുടെ പ്രത്യേകത അത് മന്ദം മന്ദം. നമ്മൾ മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും തെറ്റായ ഒരു വാക്കാണ് പ്രഭാതം പൊട്ടിവിടർന്നു. ഒരിക്കലും പ്രഭാതം പൊട്ടിവിടരാറില്ല. പൊട്ടുക എന്ന് പറഞ്ഞാൽ സ്ഫോടനമാണ്. ഒരിക്കലും പ്രഭാതം പൊട്ടിവിടരാറില്ല. പ്രഭാതം വളരെ മെല്ലെ മാത്രമേ ഉണ്ടാകാറുള്ളൂ. പൊട്ടിവിടർന്നു എന്ന വാക്ക് തെറ്റാണ്. ആ പ്രഭാതം പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. നീയും കർമ്മകാണ്ഡത്തിലേക്ക്, ത്രൈലോക്യം മംഗളം കുരു, നീ കർമ്മകാണ്ഡത്തിലേക്ക് ഇറങ്ങൂ എന്ന് പറഞ്ഞ് വിളിച്ച ആ വിശ്വാമിത്രന്റെ വിളിയാണ് രാമൻ പെട്ടെന്ന് ആവേശം കൊണ്ട് കുപിതനാവാതിരിക്കാൻ കാരണം. വിശ്വാമിത്രൻ രാമനെ വിളിക്കുന്നതാണെന്നൊരു മനഃശാസ്ത്ര തത്വമുണ്ട്. അതുകൊണ്ട് രാവിലെയുള്ള വിളി ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ ഏതായാലും നാദമുണ്ടായി. ഈ നാദത്തിൽ ആശയവിനിമയം ഉണ്ടായി. ആ ആശയവിനിമയം ഇവര് നട്ടത് മുളച്ചു, അത് പൂത്തപ്പോ ആദ്യമായിട്ട് ഭക്ഷണമുണ്ടാക്കുന്ന വസ്തു എന്ന നിലയിലാണ് മനുഷ്യന് പൂവിനോട് ഇഷ്ടം തോന്നിയത്. നിങ്ങൾ നോക്കൂ, പക്ഷിമൃഗാദികൾ ഒന്നും തന്നെ പൂക്കളോട് ഇഷ്ടം കാണിക്കാറില്ല, പൂവിനെ പറ്റി ആനന്ദിക്കാറില്ല. അതിൽ തേനുള്ളതുകൊണ്ട് കുടിക്കും, അത്രയേ ഉള്ളൂ. പൂക്കളെ പറ്റിയിട്ട് പാടുന്നതും പൂക്കളെ കണ്ട് ആനന്ദിക്കുന്നതും ആസ്വദിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാ. എന്തുകൊണ്ടാണ്? എൻ്റെ വയറ് നിറക്കാൻ കായ ഉണ്ടാകണമെങ്കിൽ പൂവ് വേണം എന്ന തിരിച്ചറിവാണ്. ആ പൂക്കളോട് ഇഷ്ടം വന്നപ്പോഴാണ് അവൻ ആർദ്രതയുണ്ടാവുന്നത്, കവിതയുണ്ടാകുന്നത്. പൂവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് കവിതയുണ്ടാവുന്നത്. മനുഷ്യരും ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പും പൂക്കൾ ഉണ്ടായിരുന്നു. ഈ ഭൂമിയിൽ കോടാനുകോടി വർഷമായിട്ട് പൂക്കൾ ഉണ്ടായിരുന്നു. എന്നാ ഒരു പൂവിനെയും നോക്കിയിട്ട് ഒരു ആളും മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്ന് പാടിയിരുന്നില്ല. അത് എഴുതാൻ ഒരു ഷിബു ചക്രവർത്തി ഉണ്ടായിരുന്നില്ല, അത് ചിട്ടപ്പെടുത്താൻ ഒരു ജെറി അമൽദേവ് ഉണ്ടായിരുന്നില്ല, അത് പാടാൻ ഒരു യേശുദാസും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ വന്നതിന് ശേഷമാണ് പൂവിൻ്റെ നിറങ്ങളെ പറ്റിയിട്ട്. അതിനു മുമ്പ് മനുഷ്യൻ വരുന്നതിന് മുമ്പ് തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു പൂജക്കായി പൊട്ടാത്ത നൂല് കെട്ടാൻ ഒരു പൊട്ടനും ഉണ്ടായിരുന്നില്ല, ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നതിന് ശേഷമാണ് ആകാശത്തെ മഴവില്ല് 7 നിറമുണ്ടെന്ന് ആരാ എണ്ണിയ? ആകാശത്തെ മഴവില്ലിന് 7 നിറമുണ്ടെന്ന്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിനെ നോക്കിയിട്ട് ആ മഴവില്ലിന്റെ സൗന്ദര്യം കണ്ടിട്ട് ഒരു കുറുക്കനും ഒരു കടുവയും അതെന്തൊരു സൗന്ദര്യമാണെന്ന് നോക്കിയിട്ടില്ല. മഴവില്ല് പണ്ടും ഉണ്ടായിരുന്നല്ലോ. ഭൂമിയിൽ ആർദ്രതയും ഈർപ്പവും ഉള്ള കാലത്തല്ല മഴവില്ലുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ മനുഷ്യന് സംസ്കാരവും സൗന്ദര്യബോധവും ഉണ്ടായതിനു ശേഷമാണ് മലരളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ. മധുര സ്വപ്ന ശതാവലി പൂത്തൊരു മായാലോകത്തെത്തി ഞാൻ. അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യുന്മേഖല പൂകി ഞാൻ. ആ ഒരു ഇടിമിന്നലിന്റെ ലോകമുണ്ടല്ലോ,
അദ്വൈതം, പകരമൊന്ന് വെക്കാനില്ലാത്ത ഭാവങ്ങൾ സ്പന്ദിക്കുന്ന ആ ഇടിമിന്നലിന്റെ ലോകത്തേക്ക് എത്താൻ മഴവിൽ കൊടിയുടെ മുനമുക്കിയിട്ട് നിലാവിൽ മുക്കിയിട്ട് പാലപൂത്ത പരിമളമെത്തി പാതിരയെ പുണർന്നു നിൽക്കുമ്പോൾ മഞ്ഞണിഞ്ഞു മദാലസയായി മഞ്ജുചന്ദ്രിക നൃത്തമാടുമ്പോൾ പാലപ്പൂവ് കാൽപ്പനികത, പൂക്കുന്ന സുഗന്ധം, പരിമളം, ഇതെല്ലാം കാൽപ്പനികതയാണ്. മനുഷ്യന് കാൽപ്പനികത അനുഭവിക്കാൻ തുടങ്ങുന്നു. മനുഷ്യന് പരിമളം, സുഗന്ധം തേടി അന്വേഷിക്കാൻ പുറപ്പെടുന്നു. സുഗന്ധം അന്വേഷിച്ചിട്ട് കസ്തൂരി മണം അന്വേഷിക്കുന്നത് ആ സുഗന്ധം നല്ല സുഗന്ധമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല, അതിന് ഇണചേരാൻ വേണ്ടി മാത്രമാണ്. വൈലോപ്പള്ളി പറയുന്നുണ്ട്, മാനിൻ വഴിയെ തിരുമണ കസ്തൂരി മണം ചേർക്കുന്നു, ഇരുമീനണക്കായി ഒരു സാഗരം തീർക്കുന്നു, പുഴുവിനെ പൂമ്പാറ്റയായി ഉടുപ്പിക്കുന്നു. പ്രകൃതിയുടെ പ്രത്യേകത, സ്ത്രീ പുരുഷൻ ആണിനെയും പെണ്ണിനെയും ചേർക്കാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു അത്ഭുത കാര്യമാണ് കസ്തൂരിമണം. പക്ഷെ ആ മണത്തിന്റെ സൗരഭ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ എന്ന് പാടാൻ ആരുമുണ്ടായിരുന്നില്ല. ആ മണം അന്വേഷിച്ചു നടക്കാൻ തുടങ്ങി. ആ പാലപൂത്ത പരിമളം, പാതിര ഒരു യഥാർത്ഥ ലോകല്ലേ. പാതിരയെ കാണുന്നവർ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പാതിരയെ കാണുന്നുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ഇപ്പൊ പാതിര കണ്ടിട്ടേ മരിക്കുന്നുള്ളൂ അല്ലേ. പാതിരയാണ് എപ്പോഴും അവരുടെ. പാതിരയ്ക്ക് ശേഷമേ പാതിര കാണുന്നുണ്ട് ഇപ്പൊ അവര്. പണ്ട് പാതിര എന്ന് പറയുന്നത് മനുഷ്യൻ അധികാളും നല്ല ഉറക്കത്തിന്റെ സമയമാണ് പാതിര എന്ന് പറയുന്നത്. അപ്പോൾ അത് യാഥാർത്ഥ്യ ലോകമല്ല, അധികാൾ കാണാത്ത ലോകമാണ് പാതിര. മഞ്ഞെന്ന് പറയുന്ന യഥാർത്ഥ ലോകമാണ്. മദാലസ, ശരീരത്തിന്റെ മതം അലസമായി പ്രകടിപ്പിക്കുന്നവളാണ് മദാലസ. ആ മതം അലസമായി പ്രകടിപ്പിക്കുന്ന ഒരു കാൽപ്പനികതയാണ്. മഞ്ജു ചന്ദ്രിക, മനോഹരമായ നിലാവാണല്ലോ നമ്മുടെ എല്ലാ കവികൾക്കും കാൽപ്പനികതയുടെ പ്രതീകമായിട്ട് അവതരിപ്പിക്കുന്നത് നിലാവിനെയാണ്. അതാണ് ആ നിലാവിനെ കൊണ്ട് നമ്മളൊരു കടങ്കഥയുണ്ടായിരുന്നു. സൂര്യനാണോ ചന്ദ്രനാണോ മനുഷ്യന് കൂടുതൽ ഉപകാരമെന്ന്. അപ്പോ അതിന് മറുപടി പറഞ്ഞത് ഒരാള്, പകല് നമുക്ക് LED വേണ്ട, CFL വേണ്ട, ട്യൂബ്ലൈറ്റ് വേണ്ട, ഒന്നും വേണ്ട. ആ സമയത്ത് ആ സൂര്യൻ കത്തി നിൽക്കുന്നത്. എന്നാൽ ഇതെല്ലാം വേണ്ടത്, ബൾബും ലൈറ്റെല്ലാം വേണ്ടത് രാത്രിയിലാണ്. ആ സമയത്ത് വെളിച്ചം തരുന്നവൻ എ ഫ്രണ്ട് ഇൻഡീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്. യഥാർത്ഥത്തിൽ ആവശ്യമുള്ളപ്പോൾ ഉപകരിക്കുന്നവനാണ് ചന്ദ്രൻ. അതുകൊണ്ട് നമുക്ക് സൂര്യനേക്കാൾ ചന്ദ്രനാണ് ഉപകാരമെന്ന് പണ്ടൊരു തലതിരിഞ്ഞ മറുപടി ഉണ്ടായിരുന്നു. കാരണം ഇത് രാത്രിയിൽ നിലാവ് ഇരുട്ടിന്റെ പശ്ചാത്തലത്തിലാണ് വെളിച്ചത്തിന് സൗന്ദര്യം കൂടുന്നത്. വിശപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഭക്ഷണത്തിന് രുചി കൂടുന്നത് എന്നതുപോലെ ഇരുട്ടിന്റെ പശ്ചാത്തലത്തിൽ സിനിമയുടെ പ്രധാനപ്പെട്ട വിഭവം എന്താണ്? സിനിമാ തിയേറ്ററിന്റെ പ്രധാനപ്പെട്ട വിഭവം അന്ധകാരമാണ്. അന്ധകാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുന്നത്. പകൽ വെളിച്ചത്തിൽ സിനിമ കാണിച്ച് ആരും കാണൂല. അന്ധകാരമുള്ളത് കൊണ്ടാണ് വെളിച്ചത്തിന് മൂല്യമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത്, ഈ വെളിച്ചത്തിനെന്തൊരു വെളിച്ചാണ്. അന്ധകാരമുള്ളത് കൊണ്ടാണ്. ആ അന്ധകാരം രാത്രിയിൽ വെളിച്ചം തരുന്നത് കൊണ്ടാണ് നമുക്ക് നിലാവ്. സൂര്യനെ നമ്മൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല, പക്ഷേ രാത്രിയിൽ ചന്ദ്രനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഉണ്ടായിരിക്കുന്നത്. ചന്ദ്രനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ, നിലാവിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കവിതയുണ്ടായിരിക്കുന്നത്. കാരണം അതിൻ്റെ മൂല്യം ഇരുട്ടിന്റെ പശ്ചാത്തലത്തിലായതുകൊണ്ടാണ്. അപ്പോ ആ നിലാവിനെ നോക്കുന്നു, ആ മഞ്ഞണിഞ്ഞ് മദാലസയായി മഞ്ജു ചന്ദ്രിക നൃത്തമാടുന്നു. ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ മനുഷ്യൻ തുടങ്ങിയത് എപ്പോഴാണ്? മനുഷ്യന് ആന്തരികമായ ബോധ്യമുണ്ടായപ്പോഴാണ്, ആന്തരികമായ വെളിച്ചമുണ്ടായപ്പോഴാണ്. ഈ ആന്തരികമായ വെളിച്ചം ഭാരതത്തിൽ ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ഒരു പാട്ടിലൂടെയാണ്. ഭാരതത്തിലെ ആദ്യത്തെ മന്ത്രം എന്താണ്? ആദ്യത്തെ മന്ത്രം ഓം നമഃശിവായ, ഓം നാരായണായ എന്നൊന്നും അല്ല. ഭാരതത്തിലെ ആദ്യത്തെ മന്ത്രം ധിയോ യോ ന പ്രചോദയാത് എന്നവസാനിപ്പിക്കുന്ന മന്ത്രമാണ്. ധീ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിയാണ്. ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും എന്ന വേദങ്ങളുടെ മൂലമന്ത്രമാണ്. ആ മന്ത്രത്തിന്റെ പേര് പാടുന്നവനെ രക്ഷിക്കുന്ന മന്ത്രമെന്നാണ്. പാടുന്നവനെ രക്ഷിക്കുന്ന മന്ത്രം ഗായത്രി. ത്രീ എന്ന് പറഞ്ഞാൽ ത്രാണനം ചെയ്യുന്നത്. ഗായം, പാടുന്നവർ, ഗായകർ, ഗായം, ഗായകരെ രക്ഷിക്കുന്ന മന്ത്രമാണ് ഗായത്രി. സൂര്യനെ നോക്കിയിട്ട്, ഈ സൂര്യനെ
ഇത്രയും പ്രകാശത്വവും പ്രഭാതവും സംഗീതവും കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരു സംസ്കാരമാണ് ഭാരത സംസ്കാരം. നമ്മുടെ സംസ്കാരം അറിയണം. നമ്മളിപ്പോൾ സാമ്പാ നൃത്തം ചവിട്ടുന്ന ബ്രസീലുകാർ, അവര് പുതിയ എത്ര ടെക്നോളജിയും എത്ര വലിയ റോക്ക് സംഗീതം വന്നാലും അവരുടെ സംഗീതം സാമ്പാ നൃത്തമാണ്. എന്നാൽ നമ്മുടെ സംഗീതം ഇവിടെ, നമ്മുടെ സംഗീതം ഇവിടെ, നമ്മുടെ പുതിയ തലമുറയ്ക്ക്. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ഷേത്രത്തിന്റെ ഉത്സവത്തിൽ കണ്ടു, ഒരു ഘോഷയാത്ര നടക്കുക. ടെറിബിൾ സൗണ്ട് വെച്ചിട്ടുള്ള DJ പാർട്ടിയാണ്. DJ ഭയങ്കര ശബ്ദം. അവിടുന്ന് പാടുന്നത് മഹിഷാസുര മർദിനിയുടെ ചിത്രമാണ്, കട്ടൗട്ടറാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷെ പാടുന്നത് മഹിഷാസുരം പോലും കുടിക്കാത്ത വെള്ളം കുടിക്കണമെന്നാണ്. ഇതുവരെ ഒരു അസുരം കുടിക്കാത്തൊരു വെള്ളം. അസുരന്മാര് രക്തപാനം ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവരൊന്നും ആ രക്തം ജ്യൂസ് അടിച്ചിട്ട് സോഡാ സർബത്ത് കുടിക്കാറുണ്ടാവോ? ഇപ്പൊ അന്ന് ആ ഗാനമേളയിൽ ഈ സരസ്വതിയുടെ ദുർഗയുടെ ചിത്രവും വെച്ചിട്ട് പോകുന്ന ആ വണ്ടിയിൽ നിന്ന് കേട്ട പാട്ട് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്നായിരുന്നു. ഇല്ലുമിനാട്ടി എന്ന പാട്ടില് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. ഈ ഒരു പാട്ടിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഏഷ്യാനെറ്റുകാരൻ്റെ അടുത്ത് വന്നു. ഞാൻ ഈ പാട്ടിനെ വളരെ രൂക്ഷമായി, ആവേശം സിനിമയിലെ പാട്ടിനെ രൂക്ഷമായി വിമർശിച്ചിട്ട് ഞാനൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം ഇങ്ങനെ വൈറലായി പോയപ്പോൾ ഏഷ്യാനെറ്റുകാർ വന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പാട്ടിൽ ഒരു പാട്ടിത്ത പ്രശ്നമുണ്ടോ? പാട്ട് പ്രശ്നമുണ്ടോ എന്ന് ഞാൻ തെളിയിച്ചു തരട്ടെ. ആ പാട്ടിൽ ആവേശ സിനിമയിൽ വേറൊരു പാട്ടുണ്ട്, മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങൾ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴി തെറ്റാനുമുണ്ട് അവകാശം. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം, വഴി നടക്കാനുണ്ട് അവകാശത്തിന് വേണ്ടി സമരം ചെയ്തിട്ട് 100ാം വാർഷികം എത്തുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ പറയാ വഴി തെറ്റാനുമുണ്ട് അവകാശം. തനി നിറമെടുത്തണിയണ നെഞ്ചെ തോന്നിയാസം കാണിക്കണമെന്ന് ആഹ്വാനം ചെയ്യുക. കാണിച്ചോട്ടെ, അത് ആഹ്വാനം ചെയ്യുക എന്ന് ഇത്രയും ധൈര്യം എങ്ങനെ കിട്ടി? ഇതാണ് ആ പാട്ട്. എന്താ ഇല്ലുമിനാട്ടി? യുവാക്കളോട് ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ഇല്ലുമിനാട്ടി? അർത്ഥമറിയാതെ പാട്ടുകൾ അനർത്ഥത്തിലേക്ക് പോകുന്നു. അർത്ഥമറിയാതെ പാട്ടുകൾ അനർത്ഥത്തിന് പോകുന്നത് ഞാനൊരു തെളിവ് തരാം. ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിൽ, നല്ല സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ആ സിനിമയിൽ ഒരു പാട്ട്, 10-15 കൊല്ലം കേരളത്തിലെ യുവാക്കൾ ലജ്ജാവതിയെ എന്ന പാട്ടിന് ശേഷം കേരളക്കരയെ നെഞ്ചേറ്റിയ പാട്ടാണ്. നമ്പൂതിരിമാര് വിവാഹ ചടങ്ങിന് ചൊല്ലുന്ന ഒരു മന്ത്രത്തെ ആദ്യത്തെ വരി എടുത്തുകൊണ്ട് ചൊല്ലിയൊരു പാട്ട്, മംഗല്യം തന്തുനാനേന എന്ന മന്ത്രമുണ്ടല്ലോ. താലി കെട്ടിയിട്ടുള്ള പലതരം കല്യാണങ്ങളുണ്ട്. ഗാന്ധർവ വിധിപ്രകാരമുണ്ട്, പാണിഗ്രഹണമുണ്ട്. ഞങ്ങളെ മലബാറിലുള്ള പുടവ മുറിച്ച് ഭാര്യക്ക് കൊടുത്താൽ, വീട്ടിന്റെ പടിഞ്ഞാറ്റകത്തോ മുറ്റത്തോ വെച്ച് പുടവ ഭാര്യക്ക് പകുതി മുറിച്ചു കൊടുത്താൽ വിവാഹമായി എന്നാണ് പുടവ മുറി. അത് പറഞ്ഞു എൻ്റെ നാട്ടിലേക്ക് പൊടോറി എന്നാ പറയുക. പൊടോറി അത് വിവാഹമാണ്. പക്ഷെ ഈ താലി കെട്ടുന്ന വിവാഹത്തിന് മംഗല്യം തന്തുനാനേന, താലി കെട്ടിയിട്ടുള്ള കല്യാണമാണ് എന്നാ ചൊല്ലുന്നത്. ഈ കല്യാണത്തെ പറ്റിയിട്ടുള്ളൊരു പാട്ട്, തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. എന്താ ഇതിന്റെ അർത്ഥം മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ താലി കെട്ടിയിട്ടുള്ള ആചാരപ്രകാരമുള്ള കല്യാണം കഴിച്ചാൽ ജീവിതം തുന്തനാനേന, തൊലഞ്ഞു പോകുന്ന. അതുകൊണ്ട് ആ പരിപാടി വേണ്ട. ആ പാട്ട് നമ്മുടെ യുവാക്കളെ സ്വാധീനിച്ചോ? നിങ്ങൾ IT പാർക്കുകളിൽ ചെന്ന് നോക്കൂ. ഇപ്പൊ പുതിയ പെൺകുട്ടികൾ പറയുന്നു കല്യാണം വേണ്ട. നിങ്ങളുടെ ഒരു കുട്ടി പറയാ അച്ഛനും അമ്മേനെയും കേട്ടാ മതിയോ? ഇനി ആരാന്റെ അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ കേൾക്കണോ? അപ്പൊ ഇവരുടെ ധാരണ വിവാഹം എന്ന് പറയുന്നത് ഏതോ പരിചയമില്ലാത്ത ഒരു പുരുഷന്റെ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കലാണ്. വിവാഹം എന്ന് പറയുന്ന അതിമനോഹരമായ വരിക്ക്, ആ വാക്കിനെ ചിന്താവിഷ്ടയായ സീതയെ കൊണ്ട് ആശാൻ പറയിപ്പിക്കുന്നുണ്ട്. പരിപാവനമാം വിവാഹമേ ശ്രുതിമന്ദാര മനോജ്ഞ പുഷ്പമായി ക്ഷിതിയിൽ കുളിരേകി നിന്റെ ഗതി കാണുക എത്ര അധപ്പതിച്ചു നീ. വിവാഹം എന്ന ആ മൂല്യമുണ്ടല്ലോ, ആ മൂല്യം കേവലം ഒരു 2 ശരീരങ്ങൾ ചേരാനും ഇണചേരാനുള്ള ഒരു ഏർപ്പാടാണ് വിവാഹമെന്ന് ധരിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ പന്തലും മാലയൊന്നും വേണ്ടല്ലോ, 2 സംസ്കാരങ്ങൾ ചേരലല്ലേ. ഈ താലി എന്ന് പറയുന്നത് കേവലം
ആലിലെ താലിന്റെ പാട്ടൊക്കെ നമ്മളുണ്ടെങ്കിലും ആലിലെയൊക്കെ സങ്കല്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയതാ. സത്യത്തിൽ താലി ഉണ്ടാക്കിയത് ഹൃദയത്തിന്റെ പ്രതീകമായിട്ടാണ്. ഭർത്താവിന്റെ ഹൃദയം ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന പ്രക്രിയയാണ്. രണ്ട് ഹൃദയങ്ങൾ ചേരലാണ് ഒരു വിവാഹം. ഈ ഹൃദയം പറിച്ചെടുത്താൽ ചത്തുപോകുന്ന കൊണ്ടാണ് അതിന് പകരം പൊന്നു പോലത്തെ ഹൃദയമാണെന്ന് ബോധ്യപ്പെടുത്താൻ പൊന്നിന്റെ താലി ഉണ്ടാക്കിയിട്ട് ഭാര്യയുടെ ഹൃദയത്തോട് ഒട്ടിച്ചു വെക്കലാണ്. ഇവിടെ ഫെവിക്കോൾ കൊണ്ട് ഒട്ടാത്തത് കൊണ്ടാണ് നൂലുമ കെട്ടി കഴുത്ത് കെട്ടുന്നത്. ഇതിന്റെ അർത്ഥം അറിയാത്ത വിഡ്ഢികളാണ് വലിയ മാല വാങ്ങിയിട്ട് അതിമ താലി കോർക്കും. എന്നിട്ട് മിക്ക ഭർത്താക്കന്മാരുടെയും മലയാളികളുടെ മിക്ക ഭർത്താക്കന്മാരുടെയും ഹൃദയം ഭാര്യയുടെ ഹൃദയത്തുമല്ല ഉദരത്തുമല്ല ഉള്ളത്. നോക്കുക, വീട്ടിൽ പോയിട്ട് വലിയ താലി ഇവിടെയാ നിൽക്കേണ്ടത്. ഇതൊരു വികാരങ്ങൾ ചേരലാണ്, രണ്ട് സംസ്കാരങ്ങൾ ചേരലാണ്, രണ്ട് കുടുംബങ്ങൾ ചേരലാണ്, പുതിയ ബന്ധങ്ങൾ ഉണ്ടാവലാണ്. ആ വിവാഹ ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരത്തിന്റെ കുടുംബ ബന്ധങ്ങൾ, അച്ഛനമ്മ തുടങ്ങിയ ബന്ധങ്ങൾ ഉണ്ടായിയെടുക്കുന്നത്. ഇപ്പൊ പറയാ അതൊന്നും വേണ്ട, ഇത് തൊന്തരവാണ്, ജീവിതം തൊന്തരവായി മാറും, അതാ തുന്തനാനേന തോലഞ്ഞു പോകും. അതുകൊണ്ട് പിന്നെന്താ ലിവിങ് ടുഗദർ. എന്താ അഭിപ്രായം? ഞാനൊരു പഴഞ്ചനാണ്, എനിക്ക് ധൈര്യമുണ്ട്. കാരണം മാറേണ്ടത് ഒരുപാട് മാറണം. മാറാൻ പാടില്ലാത്തത് മാറാനും പാടില്ല. കുറെ കാലായില്ലേ കാല് താഴോട്ടും തല മേലോട്ടും ആക്കി നടക്കുന്നു. ഒരു മാറ്റം വേണ്ടേ? നടക്കുവോ? അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്നതിന് പകരം അച്ഛൻ മോനെ അച്ഛാന്ന് വിളിക്കണം, നടക്കുവോ? മാറാൻ പാടില്ലാത്തത് മാറുകയും മാറേണ്ടതൊന്നും മാറാതിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ സംസ്കാരം തകരാൻ കാരണം. അച്ഛനമ്മ കുടുംബ ബന്ധങ്ങളും വിവാഹ ബന്ധങ്ങളൊക്കെ മാറാൻ പാടില്ലാത്തതാണ്. അത് സംസ്കാരത്തിന്റെ ആർദ്രതയുടെ ഉറവിടമാണ്. കുടുംബമുണ്ടാവണം. കുട്ടികളുടെ ഹൃദയം വളരുന്നത് കുടുംബം, അച്ഛൻ അമ്മ എന്ന ബന്ധങ്ങളിലൂടെയാണ്, അവരുടെ സ്നേഹപ്രകടനങ്ങളിലൂടെയാണ്, അവരുടെ നാദങ്ങളിലൂടെയാണ്. അത് വേണ്ടേ? അതൊന്നും ഇപ്പോൾ ഇല്ല, അതൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു പയ്യനെ കണ്ട ഇഷ്ടപ്പെട്ടാൽ, ഏത് പെണ്ണിനെ കണ്ട ഇഷ്ടപ്പെട്ടാൽ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എടുക്കുക, വാടകയ്ക്ക് റൂം എടുക്കുക, ഇണചേർന്ന് രമിക്കുക, കുറെ കാലം കഴിഞ്ഞിട്ട് മടുത്താൽ രണ്ടും രണ്ട് ബൈക്ക് പോവുക. അതിലുണ്ടാകുന്ന കുട്ടികൾ ഓൻ്റെ അച്ഛൻ നോക്കുവോ? ഞാൻ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ അടുത്ത് തന്നെ ലിവിങ് ടുഗദറിലുള്ള അനാഥ കുട്ടികളെ പോറ്റാൻ വേണ്ടി പ്രത്യേക മന്ദിരം ഉണ്ടാക്കേണ്ടി വരും. ഈ കുട്ടികൾക്ക് അച്ഛനമ്മ എന്ന ബന്ധങ്ങളിൽ നിന്നെല്ലാം വിട്ടിട്ട് മൃഗങ്ങളെ പോലെ വളരണമെന്നാണോ പറയുന്നത്? അപ്പോ ഈ പാട്ട് വന്നതിന് ശേഷമാണ് ഈ ഒരു സ്വഭാവം കേരളത്തിലെ കുട്ടികളുടെ ഇടയിൽ വളർന്നത്. അപ്പൊ പാട്ട് വെറും തമാശ പാട്ടാണോ? പാട്ട് തമാശ കളിയാണോ? പാട്ട് നമ്മുടെ പുതിയ തലമുറയെ മെല്ലെ മെല്ലെ അരിച്ചരിച്ച് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് പാട്ട് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതുകൊണ്ട് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്ന് പാടിക്കൊണ്ടിരിക്കുന്ന ഇവന്റെ ഉള്ളിൽ അത് ഓർമ്മ വരും. അതിങ്ങനെ അവന്റെ മനസ്സിൽ ഭീകരതയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ആ യാതൊരു തർക്കവുമില്ല. ഞാൻ എവിടെയും ബാധിച്ചു ജയിക്കും, അക്കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അത് കുട്ടികളെ മനഃശാസ്ത്രപരമായി നെഗറ്റീവിലേക്ക് നയിക്കും. അതുകൊണ്ട് നാദം, നമ്മുടെ കുടുംബത്തിൽ നാദം വേണം. അതുകൊണ്ടാണ് മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്താൻ വേണ്ടി വയലാർ പാട്ട് എഴുതിയത്. ആ ഗായത്രി മന്ത്രത്തെക്കുറിച്ച് വയലാർ ഒരു പാട്ട് എഴുതിയല്ലോ. പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതാണ് വേദങ്ങളുടെ മൂലമന്ത്രം. പാട്ട്. ഈ പാട്ടിലേക്ക് ഭാരതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാ? ഗീതാഞ്ജലിയാണ്. ആദ്യത്തെയും അവസാനത്തെയും. അതെന്താ? ഗീതങ്ങളുടെ അഞ്ജലിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഫിലോസഫി മുഴുവൻ എഴുതി വെച്ചിട്ട് കൊണ്ടു നടക്കുന്ന, എടുത്തു ഉപയോഗിക്കുന്ന കൃതിയുടെ പേരെന്താണ്? ഗീതയാണ്, അല്ലേ? ഗീതയാണ്. ഗീതാഞ്ജലിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗീതകം ഏതാണെന്നറിയാം? ശബ്ദവും സംഗീതവും തമ്മിലുള്ള ബന്ധത്തെ, ശബ്ദവും സംഗീതത്തെയും ഇത്രയും മനോഹരമായി ഉൾച്ചേർത്തുകൊണ്ട് അവതരിപ്പിച്ച ഒരു വരി ലോകത്തൊരു സാഹിത്യകൃതിയിലും ഞാൻ കണ്ടിട്ടില്ല. ഹേ മഹാപ്രഭോ, ടാഗോറിന്റെ ദൈവം ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ജാതിയുടെയോ പള്ളിയിലെയോ അരമനയിലോ അമ്പലത്തിലോ കുടിയിരിക്കുന്ന ആളല്ല. അമ്പലത്തിൽ ഇല്ലെന്നാണ് ടാഗോർ പറയുന്നത്. ടാഗോർ ഇത്രയും ധൈര്യത്തോട്, ഇന്നാണ് ടാഗോർ ഗീതാഞ്ജലി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ കത്തിക്കുമായിരുന്നു.
നിമീലിതലോചനമൊന്നു തുറക്കൂ, നന്നായി നോക്കൂ. പൂട്ടിയ കണ്ണ് തുറക്ക്. കണ്ണ് പൂട്ടാൻ പറയുന്ന ഭക്തിയല്ല നമുക്ക് വേണ്ടത്, കണ്ണ് തുറക്കാൻ പറയുന്ന ഭക്തിയാണ്. എൻ്റെ കുടുംബത്തിൽ പണ്ട് കുറേ സ്ത്രീകൾ, എൻ്റെ അമ്മയും എൻ്റെ ഭാര്യൻ്റെ അമ്മയും എല്ലാം കൂടി ഗുരുവായൂർ തൊഴാൻ പോകുന്നു. അപ്പം എൻ്റെ മോൻ ചെറിയ മോനാ, മോൻ ഇപ്പം MSc പഠിക്കുക. അപ്പം അവനെയും കൂട്ടി അവൻ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ അച്ഛ, ഇനി ജന്മത്തിൽ ഇവരെ കൂട്ടത്തിൽ അമ്പലത്തിൽ പോലും. എന്താ? 4 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് നടേൻ്റെ മുമ്പിലെത്തിയത്. മൊബൈൽ അങ്ങ് കയറ്റാൻ പെടില്ല, അതുകൊണ്ട് ബോറടിച്ച് ചത്തുപോയി. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഒരു തമാശ കേൾക്കണോ? എന്താ? അവിടെ എത്തിയിട്ട് അമ്മമ്മയും അച്ഛമ്മയും കണ്ണും പൂട്ടി പ്രാർത്ഥിക്കുക. ഈ കണ്ണ് പൂട്ടാനാ പിന്നെ അവിടെ പോയി പൂട്ടണോ? വീട്ടിൽ നിന്ന് പൂട്ടിയാ പോരെ? അവിടെ കാണാനല്ലേ പോയേ എന്ന് എൻ്റെ മോൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. നിമീലിതലോചനമൊന്നു തുറക്കൂ, നന്നായി നോക്കൂ. പൂട്ടിയ കണ്ണുകൾ തുറന്നു നോക്കൂ. എവിടെയാ ദൈവം? കരിനില മുഴുവ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കിയൊരുക്കും പണിയാളരോടൊത്തും ചേർന്നമരുന്നു ദൈവം. മണ്ണാർന്നിരു കൈകളിലും കൂടെ ചെളിയിലിറങ്ങൂ, കളയൂ ശുഭ്രം വസ്ത്രം. മോക്ഷമാണല്ലോ നമ്മുടെ ഇവിടെ ഭാരതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം മോക്ഷമാണല്ലോ. കെട്ടും കെട്ടി ശബരിമലക്ക്. ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, അല്ലേ? മോക്ഷം കിട്ടും. എന്നിട്ട് ഞങ്ങളുടെ നാട്ടിലെ ചില സ്വാമിമാർ, എല്ലാവരും അല്ലേ, ആരും ആക്ഷേപം പറയണ്ട, ചില സ്വാമിമാർ അവിടുന്ന് മോക്ഷം കിട്ടിയെങ്കിൽ എനിക്ക് മനസ്സിലാവാത്തത്, അവിടുന്ന് മോക്ഷം കിട്ടിയെങ്കിൽ എന്തിനാ തിരിച്ചു വരുമ്പോൾ മാഹിയിൽ ഇറങ്ങിയിട്ട് മോക്ഷം വാങ്ങി സൈഡ് ബാഗിൽ വെക്കും. തേങ്ങ ഉടച്ച ഉടനെ കുടിക്കാൻ. മാഹിയിൽ ചെറിയ പൈസക്ക് മദ്യം കിട്ടും, പോണ്ടിച്ചേരി സ്റ്റേറ്റ് ആയതുകൊണ്ട്. മോക്ഷമാണ് എവിടെ? കൊതിയോ മുക്തിയിൽ, മുക്തിയിരിക്കുവതെവിടെ? നിനക്കെങ്ങത് കിട്ടും? സംസ്കൃതിയോട് സാക്ഷാൽ പ്രഭുവും സർഗത്തുടലാൽ കെട്ടുപിണഞ്ഞു കിടപ്പൂ. മതിനിൻ ധ്യാനം മാറ്റൂ പൂജാപാത്രം, വസ്ത്രം കീറി മുഷിഞ്ഞതു മതി. നീ അദ്ദേഹത്തോട് കർമ്മവ്രതിയായി ചേരൂ. വേർപ്പൊഴുകട്ടെ, വേർപ്പൊഴുകട്ടെ, വേർപ്പൊഴുകട്ടെ. അധ്വാനിക്കുന്നവനാ മോക്ഷമെന്ന് പച്ചരെഴുതി വെച്ച ആ കൃതിയാണ് ഗീതാഞ്ജലി. അതിൽ ദൈവമെന്ത്? എവിടെയാണ് ദൈവം? അതിൽ മനോഹരമായിട്ട് ടാഗോർ പറയുകയാണ്, ഹേ മഹാപ്രഭു, അങ്ങയുടെ സംഗീതമാണ്, അങ്ങയുടെ സംഗീതമാണ് അനുഗ്രഹം. പക്ഷേ ആ സംഗീതം പോലെ പാടാൻ ഞാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്നു. എനിക്കതുപോലെ പാടാൻ കഴിയുന്നില്ല. ആ സംഗീതം പോലെ പാടാനാണ് ഓരോ ഗായകനും പരിശ്രമിക്കുന്നത്. ഞാനറിവീല ഭവാന്റെ മോഹനഗാനാലാപന ശൈലീ, നിഭൃതം ഞാനതു കേൾപ്പൂ സതതം നിതാന്ത വിസ്മയശാലീ. ഉദയദ്ഗാന പ്രകാശകലയാൽ ഉജ്വല ശോഭം ഭുവനം. അവിടെയാണ് ഉദയദ്ഗാന പ്രകാശം. ഈ ഉദിച്ചു വരുന്ന കിഴക്ക് നിന്ന് ഉദിക്കുന്ന ആ പ്രകാശം ഒരു ഗാനമാണ്. സംഗീതത്തെയും പ്രകാശത്തെയും കൂട്ടിച്ചേർക്കുന്ന ഒരത്ഭുത രസതന്ത്രമാണ് ആ കാവ്യത്തിൽ, ആ ഗീതകത്തിൽ പറയുന്നത്. ഉദയദ്ഗാന പ്രകാശകലയാൽ ഉജ്വല ശോഭം ഭുവനം, അലതല്ലിടുകയാണധിഗഗനം വായുവിലീശ്വരചലനം. അലിയിക്കുന്നു ശിലകളെ ഈശ്വരഗംഗാ സരഭസഗമനം. പാടണമെന്നുണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ, പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നീലല്ലോ. പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ. അതിലേറ്റവും എനിക്ക് രോമാഞ്ചമുണ്ടാക്കിയ വരിയാണത്. പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ. പരാജിത നിലയിൽ നാദത്തിൽ ദൈവത്തെ ഉണർത്തുകയാണ്. മദീനയിൽ മുഴുവൻ മനുഷ്യർക്കും ഭ്രാന്തളകുന്ന ഒരു ദിവസം ഉണ്ടാകുമായിരുന്നു, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ ഈ ലോകത്തുനിന്ന് ഇഹലോകവാസം വെടിഞ്ഞ ദിവസം അദ്ദേഹം പോയി
എന്ന വാർത്ത അറിഞ്ഞിട്ട് മദീനയിൽ ആരും പ്രതികരിക്കുന്നില്ല, പൊട്ടിക്കരയുന്നില്ല. കാരണം അവർ സ്തംഭിച്ചുപോയി. അവർക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അവരെല്ലാം മാനസിക രോഗികളാകുമായിരുന്നു. സങ്കടം വന്നാൽ ഒന്ന് കരയണ്ടേ? ഈ മരിച്ച വീട്ടിൽ പോയിട്ട് കരയല്ലേ കരയല്ലേ എന്ന് പറയുന്ന ഭീകരന്മാരെ കാണുമ്പോൾ അടി കൊടുക്കണം അവർക്ക്. പിന്നെ എപ്പ കരയാ? ജനിച്ചാലോ? മരിച്ച വീട്ടിൽ പോയിട്ട് ബന്ധുക്കളെ പോയിട്ട് കരയല്ല മോനെ പിന്നെ കരയണ്ടെന്ന്. കരയേണ്ട സമയത്ത് കരയണം, ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുകയും വേണം. വേണ്ടേ? ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണ്ടേ? അതാണ്. കഴിഞ്ഞ ഒക്ടോബർ 1 എൻ്റെ നാട്ടിലൊരു സ്കൂളിൽ വയോജന സംഗമം നടത്തി. അപ്പൂപ്പൻ അമ്മൂമ്മ, ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം. ഭയങ്കര ആള്. ഈ പ്രായമുള്ള മനുഷ്യർക്ക് മക്കള് പഠിക്കുന്ന സ്കൂളൊന്ന് പോകാൻ കിട്ടിയ ചാൻസിന് എല്ലാവരും വന്നു. രക്ഷിതാക്കളെ വിളിച്ചാൽ ഇത്ര ആൾ വരില്ല. എല്ലാവരും വന്നു. എല്ലാവരും വന്നിട്ട് അധ്യക്ഷ പ്രസംഗം നടത്തുക ബിന്ദു ടീച്ചർ പറഞ്ഞു, വയോജനങ്ങളെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ ടീച്ചർ പറഞ്ഞൊരു വാക്ക്, സ്ഥിരം കേൾക്കുന്ന ക്ലീശേ ഒരു ഉദാഹരണമില്ലേ? പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ ഈ പച്ചപ്ലാവിൽ ഓർക്കണം, നീയും ഇതുപോലൊരു കാലം പഴുത്തു വീഴുമെന്ന് കുട്ടികളോട് പറഞ്ഞപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് ഒരു ചോദ്യം, ടീച്ചറെ ഒരു സംശയം, എന്താ? ഈ പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുക്കാണ്ടിരിക്കുവോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നില്ലേ നല്ലതല്ലേ? ചിരിക്കേണ്ടടുത്ത് ചിരിക്കാനും കരയേണ്ടടുത്ത് കരയണ്ടേ? കരയണം, കരയേണ്ടടുത്ത് കരയണം. മരണ വീട്ടിൽ കരയണം. പിന്നെ അവിടെ കരയരുതെന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാവരും കരഞ്ഞെങ്കിൽ അവിടെ എല്ലാവർക്കും ആശ്വാസമാവും. കണ്ണുനീരായി പുറത്തേക്ക് കളയണ്ടേ? നമ്മുടെ മതം വികാര വിരേചനമാണ്, കഥാർസിസ് ആണ് കലയുടെ ലക്ഷ്യമെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ്. കേൾക്കണം, കരയണം. രമണൻ വായിച്ചിട്ട് കരഞ്ഞിട്ടാണ് കേരളത്തിലെ പ്രണയികളുടെയൊക്കെ സങ്കടങ്ങൾ, ആത്മഹത്യകൾ, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആത്മഹത്യ, ആ ആത്മഹത്യയുടെ കഥ കേട്ടിട്ട് കേരളത്തിൽ ആയിരക്കണക്കിന് യുവാക്കൾ ആത്മഹത്യ ചെയ്യാതിരുന്നിട്ടുണ്ട്. അറിയണം, ആത്മഹത്യയുടെ കഥ കേട്ടിട്ട്. രമണൻ മരിച്ചത് കണ്ടിട്ട് ആരും മരിച്ചിട്ടില്ല. രമണൻ വായിച്ച കഥകൾ കേട്ടിട്ട് കരളുരുകി കരയരുതെന്നാരും എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. എല്ലാവരും കരഞ്ഞത് കൊണ്ട് ദുഃഖങ്ങൾ, പ്രണയിനി ചതിച്ചതിന്റെ ദുഃഖങ്ങളെല്ലാം കരഞ്ഞു തീർത്ത കാമുകന്മാർക്ക് വികാര വിരേചനം നടത്തുമ്പോ പ്രശാന്തതയിൽ അവർക്ക് ആശ്വസിക്കാൻ പറ്റി. കരഞ്ഞെന്നെ തീർക്കണം, കരഞ്ഞു തീർക്കണം. നമ്മുടെ ഉള്ളിലുള്ള മതം പുറത്തേക്ക് ഒഴുക്കാൻ വേണ്ടി പ്രകൃതി കണ്ടെത്തിയിരിക്കുന്ന സൂത്രമാണ് കണ്ണുനീരായിട്ട് അത് ഒഴുക്കി. അഡ്രിനാലിൻ ദ്രാവകം തലയിലേക്ക് എരച്ചു കയറുമ്പോഴാണ് നമുക്ക് വികാരങ്ങൾ ഉണ്ടാവുക. ആ ദ്രാവകം പുറത്തേക്ക് കളയാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു പ്രകൃതിദത്തമായ റെമഡിയാണ് കണ്ണീരായിട്ട് ഒഴുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് കരയണം. കരയാതിരിക്കുന്ന പുരുഷന്മാർക്ക് അറ്റാക്ക് കൂടുതൽ കാരണം അവർ കരയാൻ മടിച്ചിട്ടാണ്. കരയണം. സ്ത്രീകൾക്ക് അറ്റാക്ക് കുറയാൻ കാരണം കരയാനുള്ള ഒരു ചാൻസും കളയാറില്ല എന്നതുകൊണ്ടാണ്. എൻ്റെ നാട്ടിലൊക്കെ 5 ട്രിപ്പൊക്കെ കരയും ഒരു മരിച്ച വീട്ടിലെ സ്ത്രീകൾ. മരിച്ച ഉടനെ കരഞ്ഞ് സമാധാനമായി ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് അനിയത്തി വരിക. അനിയത്തി വരുമ്പോൾ കരയുമ്പോൾ ഒന്നിച്ച് കരഞ്ഞു കൊടുക്കണ്ടേ? കുറച്ച് കഴിഞ്ഞ് സഹോദരൻ വന്ന് അവനെ കാണുമ്പോൾ ഒന്ന് കരഞ്ഞ് കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ ഒരു കരച്ചൽ, കുഴിയിലേക്ക് എടുക്കുമ്പോൾ ഒരു കരച്ചൽ. 5 ട്രിപ്പായി. പുരുഷന്മാർ സങ്കടം വന്നാൽ കരഞ്ഞ ഡീസന്റ് പോയിപ്പോന്ന് കരുതിയിട്ട് സങ്കടം വരാൻ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, കണ്ണുനീര് ഒഴുക്കുക. പക്ഷെ സൃഷ്ടിയിൽ പറ്റിയ ഒരു അബദ്ധം, കണ്ണിനും മൂക്കിനും കൂടി ഒരു ഗേറ്റേ ഉള്ളൂ. കണ്ണിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി മൂക്കിലൂടെ വെള്ളം വരും. അപ്പൊ ഈ ശബ്ദം കേട്ടിട്ടാണ് കരയുന്ന അടുത്തുള്ള ആൾ അറിയാം. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിക്കും ഞാൻ കരഞ്ഞാൽ ഡീസന്റ് പോയി പോയില്ലേ. അതുകൊണ്ട് ആണുങ്ങൾ സങ്കടം വന്നാൽ വിഴുങ്ങും, നെഞ്ചു കെട്ടി ചത്തുപോകും. മദീന നിവാസികൾ എല്ലാവർക്കും ഭ്രാന്തളകുമ്പോഴാണ് ഒരു നാദമുണ്ടായത്. നബി തിരുമേനിയുടെ കറുത്ത വംശത്തിൽപ്പെട്ട കാപ്പിരിയായിരിക്കുന്ന ഒരു ശിഷ്യനുണ്ട്. അവന്റെ പേര് ബിലാൽ എന്നാണ്. ബിലാൽ അവിടെ പള്ളിയിൽ കയറിയിട്ട് നടത്തിയ ബാങ്ക് വിളി ചരിത്ര ബാങ്ക് വിളിയാണ്. ആ ബാങ്ക് അന്ന് മുതലാണ് ഈ സങ്കടകരമായ, എവിടെ പോയാലും ഉള്ളൊരു വളരെ ദയനീയമായ ഒരു ബാങ്ക് വിളിയില്ലേ, അവിടെയാണ് ആദ്യം ആ ബാങ്ക് വിളി. ആ ബാങ്ക് വിളി കേട്ടിട്ട് മദീന നിവാസികൾ മുഴുവൻ പൊട്ടിക്കരഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവർക്കൊക്കെ മാനസിക രോഗം വരുമായിരുന്നു. ഇതിനെക്കുറിച്ചൊരു പാട്ടുണ്ട് മലയാള സിനിമയിൽ. കാലപ്പഴക്കത്താൽ മായ്ക്കാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കോലികൾ, ഖുറാന്റെ കുളിരിടും വാക്യങ്ങൾ എന്നുമേ
കരളിലെ കറകൾ കഴുകിടുന്നു. 1000 കാതം അകലെയാണെങ്കിലും എന്ന പാട്ടിലെ വരിയാണ്. ആ വികാരങ്ങൾ പുറത്തേക്ക് പോണ്ടേ, സങ്കടങ്ങൾ വേണ്ടേ? അപ്പോ നിവൃതം അത് കേൾക്കുകയാണ്. ഉദിച്ചു വരുന്ന ആ ഗാനപ്രകാശത്തിൽ ഈ ലോകം ഉജ്ജ്വല ശോഭം. പക്ഷേ എനിക്കതുപോലെ പാടാൻ പറ്റുന്നില്ല. അലിയിക്കുന്നോ ശിലകളെ ഈശ്വരഗംഗാസരഭസഗമനം. പാടണമെന്നുണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ. പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നീലല്ലോ. പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ അല്ലാഹു അക്ബർ. അത് തന്നെയാണത്. പ്രഭോ പരാജിത നിലയിൽ നിബദ്ധനിഹ ഞാൻ നിൻ ഗാനത്തിൻ നിരന്തമാകിയ വലയിൽ. അറ്റമില്ലാത്ത ആ സംഗീതത്തിന്റെ വലയിൽ, നാദപ്രപഞ്ചത്തിൽ ഞാനും ഒരു കണ്ണിയാണ്. അതിൽ മാത്രം ഞാൻ ആശ്വസിക്കുന്നു. നിന്റെ നാദത്തിൽ ഞാനും ഒരു കണ്ണിയാണ്. ചെവി കൊണ്ട് കേൾക്കുന്നു, ലോകത്തോട് ശബ്ദത്തിലൂടെ പ്രതികരിക്കുന്നു, കണ്ണിന്റെ പ്രകാശം ഏറ്റുവാങ്ങുന്നു, കണ്ണിന്റെ പ്രകാശം തിരിച്ചു കൊടുക്കുന്നു. കാതും കണ്ണും ഒന്നായി വരുന്ന ആ ഉദയഗാന പ്രകാശം, ആ പ്രകാശത്തെക്കുറിച്ചാണ് ഗീതാഞ്ജലിയിൽ പറഞ്ഞിരിക്കുന്നത്. നാദവും നമ്മുടെ സംസ്കാരവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. മലയാള ഭാഷ ഉത്ഭവിച്ചത് എവിടെയാ? മലയാള ഭാഷ നമുക്ക് ഈ രാമനെയും കൃഷ്ണനെയും ഒക്കെ എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടി? രാമനും കൃഷ്ണനും ഇവിടെ വന്നിട്ട് പറഞ്ഞു തന്നോ? ഇല്ല. ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ടാണ്. ത്രിമിഡ സംഘാതാക്ഷര നിബദ്ധം യദുകമോന വൃത്തവിശേഷയുക്തം പാട്ട്. പാട്ടിന്റെ ലക്ഷണം ലീലാതിലകം. ആ പാട്ടുകളാണ്. പാട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ രാമനെ അറിയില്ല. പാട്ടില്ലായിരുന്നെങ്കിൽ അറിയില്ല. നൃത്തവും കലയും ഉണ്ടായപ്പോഴാണ് മണിപ്രവാളം ഉണ്ടായത്, അല്ലേ? ഈ പാട്ടുകളിൽ പാടി നൃത്തം ചെയ്തപ്പോഴാണ് സംസ്കൃത ഭാഷ. ഇവിടെയുള്ള തമിഴ്, നമ്മളെല്ലാം ഇവിടെ തമിഴാ, പഴന്തമിഴായിരുന്നല്ലോ. ഇവിടെ അറിയില്ല. നമ്മുടെ തമിഴ് അവർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് അങ്ങ് ഒഡീസയിൽ നിന്നും ബീഹാറിൽ നിന്നെല്ലാം കുറച്ച് നൃത്തക്കാരികളെ കൊണ്ടുവന്നു, ഭരതനാട്യക്കാരികളെ കൊണ്ടുവന്നിട്ട് കുത്തമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ നൃത്തം ചെയ്യാൻ ആരംഭിച്ചത്. നൃത്തം കണ്ടപ്പോ ആളുകൾ പോയപ്പോ ആ നൃത്തക്കാരികൾ ഈ ബ്രാഹ്മണരുടെ വേശ്യകളായി മാറി, ദേവദാസികൾ കൂത്തച്ചിമാരായി മാറി. അങ്ങനെ എൻ്റെ നാട്ടിലൊക്കെ ഭയച്ചേന ദേഷ്യം വന്നാല് ചില സ്ത്രീകളെ വിളിക്കും, എന്താ കൂത്തച്ചി മോളൻ? കൂത്തച്ചി എന്ന് പറഞ്ഞാൽ വേശ്യ എന്നർത്ഥം. കൂത്താടുന്ന അച്ചിമാർ വേശ്യകളായി മാറി. ആ വേശ്യാ തരുണികളെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളുടെ ക്യൂ നിൽക്കുമ്പോഴുള്ള ചുടുനെടുവീർപ്പുകളിൽ നിന്നാണ് മലയാള ഭാഷ ഉണ്ടായത്. സംസ്കൃതവും തമിഴും കൂട്ടിക്കലർന്നിട്ട് ആദ്യത്തെ മണിപ്രവാള സാഹിത്യകൃതികൾ ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, വൈശിക തന്ത്രം, ചന്ദ്രോത്സവം. ഇതൊരു വലിയ തന്ത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറച്ച് സെക്സ് കൂട്ടിയാൽ ആളുകൾ ഇത് ആകർഷിക്കും എന്ന് പറഞ്ഞാൽ ഉണ്ണിയച്ചി, ഉണ്ണിയാടി, ഉണ്ണിച്ചിരുദേവി എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ സൂപ്പർ വേശ്യ സ്ത്രീകളാ. അവരുടെ അംഗോപാംഗ വർണ്ണനകളും അവരുടെ കാമലീലകളും വർണ്ണിക്കുന്നതാണ് ഈ കൃതികൾ. വൈശിക തന്ത്രം എന്ന് പറയുന്നത് മുത്തശ്ശിയായിരിക്കുന്ന ഒരു പഴയ ഓൾഡ് വേശ്യ കൊച്ചുമകൾക്ക് വേശ്യാവൃത്തിയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വൈശിക തന്ത്രവും. ചന്ദ്രോത്സവം ഗന്ധർവനും ഒരു ദേവദാസി സ്ത്രീയും തമ്മിലുള്ള കാമലീലകളുടെ വർണ്ണനയാണ്. ഇത് കാണുമ്പോൾ എങ്ങനെയെങ്കിലും പഠിക്കണം തോന്നുമല്ലോ. അനുഭവമുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ഇത് സ്കൂളൊന്നും പഠിപ്പിക്കൂലല്ലോ. കാരണം ഇത് സംഭവം സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് സ്കൂൾ പഠിപ്പിക്കൂല, കോളേജിൽ നിന്ന് പഠിപ്പിക്കൂ. ഞാനിതൊരു സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ 2 ചെറുപ്പക്കാർ സ്വകാര്യം എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് ചോദിച്ചു, ആ പുസ്തകം എഴുതിയാൽ കിട്ടുമെന്ന്. കാരണം ഇത് സംഭവം അറിയുന്നത് അല്ലേ? ആ താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടി നൃത്തം ചെയ്യുന്ന കൂത്തമ്പലങ്ങളിൽ അവിടെ കുറേ നാട്ടുകാർ വന്നു. ഇവരും കൂടി വന്നപ്പോ അവിടെ ചേർന്നിട്ട് കണ്ടിട്ടും കേട്ടിട്ടുമാണ് ഒരു വെങ്കല ഭാഷയുണ്ടായത്. മണി സംസ്കൃതം രത്നം, പ്രവാളം പവിഴം, മണിപ്രവാളം സംസ്കൃത ഭാഷയും ഇവിടുത്തെ കേരള ഭാഷ. കേരളമൊന്നും ഇല്ല അന്ന്. ഇവിടുത്തെ തമിഴിൻ്റെ ഒരു രൂപം ഇത് ചേർന്നിട്ടുണ്ടായ മണിപ്രവാളമാണ് ആദ്യത്തെ ട്രാൻസ്ഫർമേഷൻ. സംസ്കൃതവും തമിഴിൽ നിന്ന് മാറിയിട്ട് മലയാളത്തിലേക്കുള്ള മാറ്റം കലയിലൂടെയാണ്, വികാരങ്ങളിലൂടെയാണ്. അങ്ങനെ സൃഷ്ടിച്ചു. അതിനെയാണ് പിന്നീട് അതോടുകൂടി പക്ഷേ സാംസ്കാരികമായി നമ്മൾ തകർന്ന് തരിപ്പണമായി.
തരുണികളുടെ പുറകെ നടക്കലാണ് കേരള സംസ്കാരം എന്നൊരു ധാരണ വരികയും മലയാള ഭാഷയ്ക്ക് ശീലാവതി മലയാളം എന്നൊരു പേര് വരികയും ചെയ്തു. എന്ന് പറഞ്ഞാൽ പെൺമലയാളം എന്ന് ഒരു പേര് വരികയും ചെയ്തു. അപ്പൊ അതിൽ നിന്ന് ആധ്യാത്മിക ദർശനങ്ങളിലേക്ക് ഇവിടെ കൊണ്ടുവന്നത് ശ്രീരാമകവിയുടെ ഊഴിയിൽ ചെറിയവർക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ്. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇരാമചരിതം പാട്ടുണ്ടായത്. ഇരാമൻ എന്ന് പറയാൻ കാരണം ദ്രാവിഡ അക്ഷരമാല, തമിഴ് അക്ഷരമാലയ. യാരാലാവ എന്നതിന് ഇരാമൻ, ഇലങ്ക എന്നൊക്കെയാ പറയാ, ഈ കൂട്ടിയിട്ടേ പറയൂ. അങ്ങനെ ഇരാമചരിതം, ശ്രീരാമൻ, ശാഷാസാഹ എന്ന സംസ്കൃത അക്ഷരമാലയില്ലാത്തതുകൊണ്ടാണ് ശ്രീരാമൻ എന്ന് പറയുന്നത്. ശ്രീരാമന് ശ്രീരാമൻ എന്ന് പേര് വന്നത്. അങ്ങനെ ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ട്. അത് കഴിഞ്ഞിട്ടോ കൃഷ്ണനെ അറിഞ്ഞത് എങ്ങനെയാ? കൃഷ്ണപ്പാട്ട്, കൃഷ്ണപ്പാട്ട്. പിന്നെയോ ആധ്യാത്മിക ദർശനങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ? കിളിപ്പാട്ട്. ഈ പാട്ട് കിളിയുമായിട്ട്, ഈ കിളി നമ്മുടെ മലയാള ഭാഷയുടെ വളർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട പങ്കാണല്ലോ കിളി. ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരി എന്തും കിളിയോ. പാർവതിയുടെ തോളത്തൊരു കിളിയുണ്ടെന്നാ ശിവൻ പാർവതിയോട് ഈ കഥ പറഞ്ഞു കൊടുത്ത. ഈ ശിവനെ കൊണ്ട് പാർവതിയോട് കഥ പറഞ്ഞു കൊടുക്കാൻ കാരണം ശൈവ വൈഷ്ണവ സംഘടനകളായിരുന്നു. ഭാരതത്തിൽ വലിയ സംഘടനകൾ നടന്നിട്ടുണ്ട്. ഒരു വേള ദേവാസുര യുദ്ധങ്ങൾ പോലും ശൈവരും വൈഷ്ണവരും തമ്മിലാണ്. കാരണം രാവണൻ ഉഗ്രൻ ശൈവനാ. രാവണകൃത ശിവസ്തോത്രമുണ്ടല്ലോ, രാവണകൃത ശിവസ്തോത്രമാണ് ബാഹുബലി സിനിമയിൽ. ആ വലിയ ശിവലിംഗം എടുത്തിട്ട് ബാഹുബലി പോകുമ്പോൾ ഉള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? വലിയ ബീജിയം വെച്ചിട്ടുള്ള ജടാ ഗടാഹ സംഭ്രമ ഭ്രമം നിലിംബ നിർജരി വിലോലവി ജീവല്ലരി വിശാലമാന മൂർധനി എന്നത് രാവണൻ എഴുതിയെന്നാ പറയപ്പെടുന്നത്. കാരണം രാവണന്റെ കൈ ഈ കൈലാസത്തിന്റെ അടി കുടുങ്ങിപ്പോയപ്പോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശിവനെ സ്തുതിച്ചതായിട്ടാണ് ഈ മന്ത്രം ഉണ്ടായെന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത് രാവണൻ നല്ല ശൈവനാ. ശൈവ വൈഷ്ണവ സംഘടനമാണ് രാമരാവണ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഈ സംഘടനത്തെ സമന്വയിക്കാൻ വേണ്ടിയിട്ടാണ് വൈഷ്ണവ കഥയായിരിക്കുന്ന രാമായണത്തെ ഉമാമഹേശ്വര സംവാദമാക്കി കൊണ്ടുവന്നത്. ഇവര് സമന്വയം ഉണ്ടാക്കാനാണ്. അത് ശിവൻ പറഞ്ഞ കഥയാണ്. ഇപ്പൊ നമ്മള് ദിലീപിന്റെ സിനിമയാവട്ടെ, പൃഥ്വിരാജിന്റെ സിനിമയാവട്ടെ, ആദ്യം തന്നെ മോഹൻലാൽ, താങ്ക്സ് ടു മോഹൻലാൽ എന്ന് കാണിക്കുന്നത് എന്തിനാ? മോഹൻലാലിന്റെ ഫാൻസിനെ ആകർഷിക്കാൻ വേണ്ടി. അതുപോലെയാണ് ഉമാമഹേശ്വര സംവാദം ഉണ്ടാക്കിയിട്ട് ശൈവരും വായിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. ശൈവരും വായിക്കട്ടെ, അങ്ങനെ വായിച്ചു. അപ്പൊ അങ്ങനെയാണ് ഈ കിളി കേട്ടത്. കിളി തുഞ്ചൻ പറമ്പിൽ വന്നിട്ട് എഴുത്തച്ഛനോട് പറഞ്ഞു. എഴുത്തച്ഛൻ കേട്ടിട്ട് നമ്മളോട് പറഞ്ഞു 4 റിപ്പോർട്ടർ സ്പീച്ചാണ്. 4 റിപ്പോർട്ടർ സ്പീച്ചാണ് രാമായണം, അല്ലേ? ഒരാൾ മറ്റൊരാൾ പറയുന്നത് വേറൊരാൾ കേട്ട് വേറെ മൂന്നാമത്തെ ആളോട് പറഞ്ഞു, അയാൾ നമ്മളോട് പറയുന്നു, 4ാമത്തെ ആളാണ് നമ്മൾ. റിപ്പോർട്ടർ സ്പീച്ച്. ആ കിളി എന്താണ്? ഈ കിളി കിളിപ്പാട്ടെന്ന് പറയുന്നത് എന്താ? സംസ്കൃത ശ്ലോകങ്ങളുടെ ഛന്ദസ്സുകളിൽ നിന്ന് നമ്മുടെ നാടിന്റെ സ്വന്തം നാടോടി ഗാനങ്ങളുടെ ഈണങ്ങളിലേക്ക്, താളങ്ങളിലേക്ക്, വൃത്തത്തിലേക്ക് കൊണ്ടുവന്നതാണ് കിളിപ്പാട്ട്. കേക, കാകളി, കളകാഞ്ചി തുടങ്ങിയ വൃത്തങ്ങളിലേക്ക് ആധ്യാത്മിക ദർശനങ്ങൾ, ശ്രദ്ധര, കുസുമമഞ്ജരി, അല്ലെ, ശാർദൂല വിക്രീഡിതം തുടങ്ങിയ കട്ടുകട്ടിയായിരിക്കുന്ന ശ്ലോകങ്ങൾ ചൊല്ലി പറയുന്നതിൻ്റെ ഇടയിൽ, അതിൻ്റെ ഇടയിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസ്കൃത ശ്ലോകങ്ങൾക്ക് പകരം താരിൽ തന്വീ കടാക്ഷഞ്ചല മധുപകുലാരാമ രാമാജനാനാം നീരിൽ താർബാണ വൈരാഗര നികര തമോ മണ്ഡലീ ചണ്ഡഭാനോ നേരത്താതെന്നും നീയം തൊടുകുറികളയാതെന്നും ഏഷാ കുളിക്കും നേരത്തിന്നിപ്പുറം വിക്രമ നൃവരധരാഹന്ത കൽപ്പന്തതോയേ എന്ന് കാക്കശ്ശേരി ശ്ലോകം ചൊല്ലുമ്പോ ഉദ്ദണ്ഡ ശാസ്ത്രികൾക്ക് ആ ഹന്ത എന്ന പ്രയോഗം കേട്ടിട്ട് ഹന്തയ്ക്കിന്തപ്പട്ട് എന്ന് പറഞ്ഞിട്ട് പട്ടുംവളയും കൊടുത്ത കഥയെല്ലാം കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സാമൂതിരിയുടെ സദസ്സിൽ. ഇത്തരത്തിലുള്ള ശ്ലോകങ്ങളിൽ നിന്ന് മോചിപ്പിച്ചിട്ട് നമ്മുടെ നാടൻ ശീലികളിലേക്ക്, അതിനാദ്യം എഴുത്തച്ഛനല്ല, പാലാഴി മധുദാൻ പാലിച്ചു പോരുന്ന കോലാദീനാഥനുദയവർമ്മൻ ആജ്ഞയെ ചെയ്യയാൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയ പാട്ട് അല്ലേ? ആ പാട്ട് എന്താ കൈകൊട്ടിക്കളിപ്പാട്ടിലും വേണ്ട പാടാം, നമ്മുടെ വടക്കം പാട്ടിന്റെ തച്ചോളിപ്പാട്ടുകളുടെ ഈണത്തിലും പാടാം. മഞ്ചരിയുടെ ഒരു കരുത്താണത്. മഞ്ചരിയുടെ കരുത്ത് എന്താ? അത്
ഗോപന്മാരെല്ലാരും ഭജനമോരോന്നിൽ ഗോരസമോരോന്നേ പുരിച്ചപ്പോൾ. ഈ സാധനം കൈകൊട്ടിക്കളിപ്പാട്ടിൽ ഗോപന്മാരെല്ലാരും ഭജനമോരോന്നിൽ ഗോരസമോരോന്നേ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കരേറിയിട്ട് പാഞ്ഞു തുടങ്ങിനാൻ നന്ദനുമായി എന്ന ഈണത്ത് പാടാം. ഇനി പൂമാതേ പൊന്നമ്മ പാട്ടേട്ടാലേ എന്ന പോലെ ഗോപന്മാരെല്ലാരും ഭജനമോരോന്നിൽ ഗോരസമോരോന്നേ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കരേറിയിട്ട് പാഞ്ഞു തുടങ്ങിനാൻ നന്ദനുമായി. വടക്കം പാട്ടിന്റെ ഈണത്തിൽ പാടാം. ഗോപന്മാരെല്ലാരും ഭാജനമോരോന്നിൽ ഗോരസമോരോന്നേ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കരേറിയിട്ട് പാഞ്ഞു തുടങ്ങി. ഇങ്ങനെയും പാടാം. 9 ഈണത്തിൽ പാടാം മഞ്ചരി. 9 ഈണത്തിൽ. ആ ഈണത്തിന്റെ സാധ്യതകൾ പദ്യം. എന്തിനാ പദ്യം? പദങ്ങളെ ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് പദ്യം എന്ന് പറഞ്ഞാൽ. കാവ്യം ശ്രാവ്യമാണല്ലോ, ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടിയല്ലേ? ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടിയാണ്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് പാടിയ മൂകാംബിക പാഞ്ഞു കുന്നുകയറും. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി എന്ന് പാടുമ്പോ നാദാത്മികേ മൂകാംബിക ഡൗൺലോഡ് ആവും. നാദം വേണം. നാദം ഇല്ലെങ്കിൽ ദൈവം ഇറങ്ങി വരില്ല. അതുകൊണ്ടാണ് എല്ലാ പൂജകളും മന്ത്രങ്ങളല്ലേ. മന്ത്രങ്ങളില്ലാതെ ഏതെങ്കിലും ദൈവമുണ്ടോ? മന്ത്രങ്ങളിലൂടെയാണ് എല്ലാ ദൈവങ്ങളെയും ഉണർത്തുന്നതും ആവാഹിക്കുന്നതും മന്ത്രങ്ങളിലൂടെയാണ്. മന്ത്രമെന്ന് പറഞ്ഞാൽ എന്താ? മന്ത്രമെന്ന് പറഞ്ഞാൽ ചെവിയിൽ ആനന്ദമുണ്ടാക്കുന്ന വിധത്തിൽ രസകരമായ ശബ്ദമാണ്. മന്ത്രിക്കും അല്ലേ? മന്ത്രിമാർക്ക് തന്ത്രിയെന്നും അല്ല, മന്ത്രം അറിയുന്നാക്ക് തന്ത്രിയെന്നും തന്ത്രം അറിയുന്നാക്ക് മന്ത്രിയെന്നും പേര് വന്നെങ്ങനെയാണെന്നൊരു ചോദ്യമുണ്ട്. മന്ത്രം അറിയുന്നവരെ തന്ത്രി എന്ന് വിളിക്കും, തന്ത്രം അറിയുന്നവരെ മന്ത്രി എന്ന് വിളിക്കും. ഈ മന്ത്രി എന്ന് പറഞ്ഞാൽ രാജാവിന്റെ ചെവിയിൽ രാജതന്ത്രങ്ങൾ മന്ത്രിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് മന്ത്രി എന്ന് പേര് വന്നത്. തന്ത്രി എന്ന് പേര് വന്നത് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരാൻ, ഡൗൺലോഡ് ആക്കാൻ ചില തന്ത്രങ്ങളുണ്ട്, ചില ആംഗ്യങ്ങളുണ്ട്, ചില മന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങൾ അറിയുന്നതുകൊണ്ടാണ് തന്ത്രി എന്ന് പേര് വന്നത്. അപ്പൊ മന്ത്രം ഒരു പ്രധാന ഘടകമാണ്. ആരാവിൽ നീ എന്നോടോദിയ അല്ലേ? എത്ര മനോഹരമായിട്ടാണ് ആരാവിൽ ചന്തങ്കമ്പുഴയുടെ വരികൾ. നീ എന്നോടോദിയ രഹസ്യങ്ങൾ, ആ കാതിൽ മന്ത്രിച്ചിരിക്കുന്ന മന്ത്രങ്ങളെ പറ്റി എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ചങ്ങമ്പുഴയുടെ കൃതികളെല്ലാം തന്നെ നമ്മുടെ നാടൻ ശീലികൾ, നമ്മുടെ വാക്ക്, നമ്മുടെ നാടൻ വൃത്തങ്ങൾ, ആ വൃത്തങ്ങളെല്ലാം കിളിപ്പാട്ടാണ്. അതാണ് കിളിയുടെ പാട്ട്. ആനന്ദകരമായ ഈണത്തിൽ അവതരിപ്പിച്ചതുകൊണ്ടാണ് കിളിപ്പാട്ടെന്ന് പറയാൻ കാരണം. അല്ലാതെ കിളി അങ്ങന്ന് സ്വർഗത്തുനിന്ന് ഇവിടെ പറന്നു വന്നിട്ട് പറഞ്ഞു എന്നല്ല. പിന്നെ ഐതിഹ്യങ്ങളാണ്. വേറൊരു ഐതിഹ്യമുള്ളത്, ഈ വാഗ്വൈഖരിക്ക് കണ്ണുകൊള്ളുന്ന ഒരു കണ്ണ് തൊട്ടുകൊള്ളുക എന്ന് പറയുന്ന ഒരു അല്ലേ, കണ്ണേറ് തട്ടിയൻ കാൽമുടന്തി എണ്ണയിൽ തൊന്നിങ്ങൊഴിഞ്ഞതായോ എന്ന ആവണിപ്പാടത്തിലെ ONV വരികൾ ഓർമ്മയില്ലേ? ഈ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടിയാണ് കെട്ടിടം ഉണ്ടാക്കുമ്പോ അല്ലെ 50 കോടി കെട്ടിടം ഉണ്ടാക്കുമ്പോൾ അതിന്റെ സുരക്ഷ ആരാ ഉണ്ടാക്കുന്നത്? 500 രൂപ ഏതോ കൂടോത്രക്കാരന് കൊടുത്തിട്ട് ഓൻ വരച്ചിട്ടാക്കിയ ആ ചിത്രത്തുമലാണ് ഇതിന്റെ സുരക്ഷ. 50 കോടിന്റെ ബിൽഡിങ്ങിന്റെ സുരക്ഷ. തോന്നൽ എഴുതി വെക്കുന്ന നാട്ടില്ലേ, അതല്ലേ വാഴത്തോട്ടത്തിൽ കോലം വെക്കുന്ന നാട്ടില്ലേ? ആദ്യം നോക്കുന്നത് ഈ കോലത്തിനേക്കും, അപ്പൊ കോലത്തിന് കൊണ്ടോട്ടെ എന്നാണ്. അതാണ് ഇത് ഭയന്നിട്ട് കിളിയെ കൊണ്ട് പാട്ട് പാടിച്ചാൽ എഴുത്തച്ഛനൊന്നും പറ്റൂലല്ലോ. കൊള്ളുന്നത് കിളിക്കായിക്കോട്ടെ. കിളി എന്ന് പറഞ്ഞാൽ ഒരു ലഗ്നം, ഒരു പ്രതീകമായി വെക്കുന്നു. ഇങ്ങനെ 2-3 ഐതിഹ്യങ്ങളിലൂടെയാണ് കിളിപ്പാട്ടുണ്ടായത്. പക്ഷെ ഒറിജിനൽ നമ്മുടെ നാടൻ ഈണങ്ങളാണ്. കാരണം കാവ്യം ശ്രാവ്യമാണ്, ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടിയാണ്. അപ്പൊ ചെവി കൊണ്ട് കേൾക്കുമ്പോൾ 2 തരത്തിലുള്ള കണക്ഷൻ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവുന്നു. ഒന്ന് ചിന്തയും ഒന്ന് സരസ്വതിയുടെ 2 മുലകളാണ്. സംഗീതവും സാഹിത്യവും സരസ്വത്യ സ്തനദ്വയം ഏകമാവാദ മധുരം പരമാലോചനാമൃതം. സംഗീതത്തിന് വ്യാഖ്യാനങ്ങൾ വേണ്ട,
ലാ 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 എന്ന് പറയുമ്പോൾ ലാക്ക് എന്താ അർത്ഥം? ഒന്നും വേണ്ട, അത് ആവാത മധുരമാണ്. അതുകൊണ്ടാണ് ലായും ഈ മധ്യമാക്ഷരങ്ങൾ അമ്മമാര് ഈ ഭാഷാശാസ്ത്രവും ഫോണറ്റിക്സും സ്വനശാസ്ത്രവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ അമ്മമാരാണ് ആദ്യത്തെ ഫോണറ്റിക്സ് പഠിപ്പിച്ചവർ. അവര് ഈ തമിഴിൽ നിന്ന് മലയാളം രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ കുട്ടികളെ ഉറക്കുന്ന അമ്മമാര് സംസ്കൃതത്തിന്റെ വ്യഞ്ജനാക്ഷരങ്ങൾ കാഖാ കാഖാങ്ങ എന്നുള്ള അക്ഷരങ്ങൾ ഉച്ചരിച്ച് താരാട്ടുപാട്ട് പാടിയാൽ അതിന്റെ കഠോര ശബ്ദം കൊണ്ട് കുട്ടി ഉറങ്ങൂല. എന്നാ കുട്ടിക്ക് അക്ഷരം വ്യഞ്ജിക്കണ്ടേ? സ്വരം മതിയോ? ആ ഈ ഊ പോരല്ലോ. അപ്പൊ സ്വരവും പറ്റൂല, വ്യഞ്ജനവും പറ്റൂല. അതിന്റെ മധ്യമത്തിൽ 4 അക്ഷരമുണ്ട്. ആ 4 അക്ഷരങ്ങളാണ് അമ്മമാര്. ഈ ഭാഷാശാസ്ത്രം പഠിച്ചിട്ടല്ല, ആ 4 അക്ഷരങ്ങളെ കൊണ്ടാണ് താരാട്ട് പാടുന്നത് അമ്മമാര്, അല്ലേ? തമിഴ്നാട്ടിൽ നിന്ന് പാടുന്ന ഏറ്റവും കൂടുതൽ പാട്ട് യാ 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 എന്നാ. യാ നമ്മള് രാരീ രാരീരം രാരോ രാ ലാ 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 വാവേ വാവം വാവോ യാരാ ലാവ. മധ്യമാക്ഷരവും താരാട്ടുപാട്ടും തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? അതിൻ്റെ നാദത്തിൻ്റെ അതിൻ്റെ സാധ്യത ഉപയോഗിച്ചിട്ട് ആ കുട്ടികൾക്ക് കേൾക്കാൻ സുഖമുള്ള കാവ്യം ശ്രാവ്യമാകുന്നത്. അതിന് നല്ല പച്ചയായിട്ട് നമുക്കൊരു ഉദാഹരണമുണ്ട്. കാളിദാസൻ, വള്ളത്തോൾ, വയലാർ, ഇതിന് 3 എടുക്കുക. അതിൽ സംഗീതം ചേർക്കുമ്പോൾ ഉള്ള ഒരു മാറ്റം നിങ്ങൾ നോക്കിക്കോ. കാളിദാസൻ കുമാരസംഭവത്തിൽ പാർവതിയെ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. പാർവതിയുടെ തപസ്സിനെ വർണ്ണിക്കുന്നത് എന്തൊരു മനോഹാരിതയാണ്. പാർവതിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പാർവതിയുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ഒരു മഴത്തുള്ളിയുടെ റൂട്ട് വർണ്ണിച്ചു. ഒരു മഴത്തുള്ളി പാർവതിയുടെ കൺപീലികളിൽ വന്ന് വീണിട്ട് സ്ഥിതാക്ഷണം പക്ഷ്മസു താടിതാധര ഇങ്ങനെ റൂട്ട് വർണ്ണിക്കുക കാളിദാസൻ. ഇത് വള്ളത്തോൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് കുമാരസംഭവത്തിന്റെ വിവർത്തനത്തിൽ ഇങ്ങനെയാ പറഞ്ഞത്: ക്ഷണമിമകളിൽ നിന്നടർന്നു തല്ലി ചുണ്ടിൽ കുളിർമുല മേലഥ വീണുടൻ തകർന്ന് വലികളിലിടറി നാഭിച്ചുഴിയിലിറങ്ങി നവീന വർഷബിന്ദു. ഇതാണ് വള്ളത്തോളിന്റെ വിവർത്തനം. ഇനി ഇതൊരു സിനിമാ പാട്ടിൽ വയലാറ് കയറ്റിയത് നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമാണ്. കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമല കൂമ്പുകൾ നുള്ളി മാറിൽ വീണ് തകർന്നു ചിതറി മൃദുരോമങ്ങളിലിടറി പൊക്കിൽ കുഴിയിൽ തടാകമായൊരു പവിഴമഴത്തുള്ളി പണ്ടു ശ്രീ പാർവതിയെ പോലെ നിന്നെയും പുഷ്പിണിയാക്കി പനി നീർമഴ പൂമഴ തേന്മഴ എന്ന പാട്ടിൽ ഈ സാധനത്തെ കയറ്റി നോക്കൂ. നമുക്ക് ഏതാക്ക പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആസ്വാദിക്കാൻ പറ്റിയത്. മറ്റത് ഇരുന്ന് ചിന്തിക്കുന്ന വേറെ ഒരു പണിയില്ലാത്തവർ വള്ളത്തോളും. നമ്മുടെ സാധാരണ മനുഷ്യർക്ക് ഈ സാധനം, ആ കാളിദാസന്റെ പാർവതിയെ നമുക്ക് ശബ്ദത്തിൽ ചാലിച്ചിട്ട് യേശുദാസിന്റെ നാദവും കലർത്തിയിട്ട് നമുക്ക് തന്നില്ലേ? ഇവിടെയാണ് നാദത്തിന്റെ, സംഗീതത്തിന്റെ പ്രസക്തി. കവിതയ്ക്കൊരു താളമുണ്ട്. ആ താളമാണ് വൃത്തം എന്ന് പറയുന്നത്. ആ താളം എന്ന് പറയുന്നത് കട്ടക്കട്ടക്കട്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ട്രാക്ടർ പോകുന്ന ശബ്ദം പോലെയാണ് ഏത് സംസ്കൃത ശ്ലോകങ്ങൾ. ട്രാക്ടർ പോകുന്ന താളാക്ക കുലുങ്ങി. എന്നാൽ ഒരു ഇന്നോവ കാറ് പോകുന്നത് പോലെയാണ് നമ്മുടെ ഈ ഭാഷാവൃത്തങ്ങൾ. നല്ല സുഖമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ കാവ്യം സുഗേയം. എത്ര മനോഹരമായിട്ടാണ് അതിനെപ്പറ്റി പറഞ്ഞത്. കാവ്യം സുഗേയം. എന്താ സുഗേയം? ഗേയം പാടാൻ പറ്റിയതാണ്. ഗേയം ഗാനത്തിന് പറ്റിയത്. സുഗേയം നന്നായി പാടാൻ പറ്റിയത്. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ പാടുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം എന്ന വള്ളത്തോളിന്റെ തോണിയാത്രയിലെ മനോഹരമായ വരികളാണിത്. സുഗേയമാണ്. ആ സുഗേയമാകുമ്പോൾ നമ്മുടെ സാധാരണ ധാരണകളുടെ കവാടബന്ധനം നടത്തി അദ്വിതീയമായൊരു കാൽപ്പനിക സാങ്കല്പിക ലോകത്തിലേക്ക് മനുഷ്യന്റെ അന്തരാത്മാവിനെ ഉണർത്താൻ കഴിയുന്ന
പ്രത്യേകത നാദത്തിനുണ്ട്. ആ നാദത്തിൻ്റെ സാധ്യതകൾ മലയാള ഭാഷ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയത് ചങ്ങമ്പുഴയുടെ കാലഘട്ടത്തോടു കൂടിയാണ്. ആശാനെയും വള്ളത്തോളിനെയും ഉള്ളൂരിനെയും മറന്നിട്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷേ അവരുടെ കാവ്യങ്ങൾ സംസ്കൃത ശ്ലോകങ്ങൾ ഒരു ട്രാക്ടറിന്റെ കുലുക്കമാണെങ്കിൽ ഒരു സാധാരണ ബസിന്റെ കുലുക്കത്തിലേക്ക് ആധുനിക കവിത്രയങ്ങളുടെ കവിതയിലേക്ക് വന്നു. അവിടുന്ന് ഇങ്ങോട്ട് ചങ്ങമ്പുഴയിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഇന്നോവയുടെ സ്മൂത്ത് മൂവിങ്ങിലേക്ക് കവിതയെ മാറ്റിയെടുത്തത്. അതുകൊണ്ട് ആർക്കും അതിൻ്റെ പ്രാസപ്രയോഗങ്ങളാവട്ടെ, അതിൻ്റെ ശബ്ദഭംഗികളാവട്ടെ, ശബ്ദം ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങി 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 എന്ന് കേൾക്കുമ്പോൾ കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി എന്നങ്ങാറ്റ് ഇംഗ്ലീഷിലേക്ക് ഏതെങ്കിലും ഒരുത്തൻ അതേ ഭാവത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് നോബൽ സമ്മാനം കൊടുക്കണം. അവോ കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയാട്ടെ, അതിൻ്റെ മൂല്യം മുഴുവൻ ചോർന്നു പോകും. കാരണം അതിൽ ശബ്ദഭംഗി, മലയാളിത്വത്തിൻ്റെ, നമ്മുടെ മണ്ണിൻ്റെ മണമുള്ള ഒരു ശബ്ദഭംഗിയുണ്ട് അതിന്. ആ ശബ്ദഭംഗിയെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്വിതീയമായിരിക്കുന്ന ഒറ്റപ്പത്തിയൊടായിരം ഉടലുകൾ കെട്ടുപിണഞ്ഞൊരു മണിനാഗം. ലോക ക്ലാസിക്കുകളിൽ ഇത്രയും മനോഹരമായി വരിയുണ്ടോന്ന് എനിക്ക് സംശയമാണ്. സാധാരണ ഒരുപാട് മുടിയെ പറ്റി വർണ്ണിക്കാറുണ്ട്, ഒരുപാട് തലകളുള്ള പാമ്പിനെ പറ്റി പറയാറുണ്ട്. എന്നാൽ ഒരു തലയും 1000 ഉടലുള്ള പാമ്പിനെ മറ്റാർക്കും അവതരിപ്പിക്കാൻ കഴിയില്ല. ഒരു തലയും 1000 ഉടലുള്ള പാമ്പ്, ഒറ്റപ്പത്തിയോട് 1000 ഉടലുകൾ കെട്ടുപിണഞ്ഞൊരു മണിനാഗം. ചന്ദനലതയിലതോ മുഖശയനം ചന്തമൊടിങ്ങനെ ചെയ്യുമ്പോൾ വിലസി വിമലേ ചെറിയൊരു പനി നീരലർച്ചൂടിയ നിൻ ചിഗുരഭരം. തൻ്റെ പ്രേയസിയുടെ മുടിക്കെട്ട്, അറ്റം കെട്ടിയിട്ട മുടിക്കെട്ട്, ആ അറ്റമാണ് ഒരു തല, ഉടല് മുടി. 1000 ഉടലുള്ള മുടി പാമ്പിൻ്റെ ഉടല്, തല അതിൻ്റെ തുമ്പ് കെട്ടിയിട്ട ആ മുടി. ആ മുടിയിൽ ഒരു ഒരു പനിനീർ ദളം ചൂടിയിരിക്കുന്നത്, ഒരു പത്തിയും 1000 ഉടലുള്ള ഒരു പാമ്പ് ചന്ദനവള്ളിയിൽ തലകീഴായി കിടക്കുന്നത് പോലെ. എൻ്റെ അമ്മോ, ഇങ്ങനെയൊരു സങ്കല്പം ആർക്കവതരിപ്പിക്കാൻ പറ്റൂ? വിലസി വിമലേ ചെറിയൊരു പനിനീരൽ ചൂടിയ നിൻ ചിഗുരഭരം. മലയാളികളുടെ സൗന്ദര്യത്തിൻ്റെ സങ്കല്പം തീർത്തത് ഈ ഒരു കവിതയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സ്ത്രീകൾ എത്ര കാലം പിടിപെട്ടിട്ടാന്നറിയോ പിന്നെ ഈ ഷാമ്പൂ തേച്ചിട്ട് പാറുന്ന മുടിയാക്കിയത്. മനസ്സിലായോ? അറ്റം കെട്ടിയിട്ട നമ്മുടെ മനോഹരമായ ഒരു സിനിമാ പാട്ട് തന്നെയുണ്ട് അല്ലേ, സുന്ദരി. ഞാൻ നിർമ്മലേരി കോളേജിൽ പഠിക്കുമ്പോൾ ഹിറ്റ് പാട്ടായിരുന്നു സുന്ദരി ആ സുന്ദരി ആ സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസിത്തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു. ഈ പാട്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ അന്നത്തെ പ്രണയസങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയത്. ഞാൻ കഴിഞ്ഞ കൊല്ലം അതേ കോളേജിൽ വേറൊരു പരിപാടിക്ക് പോയി. അവിടെ പോയപ്പോൾ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു. സുന്ദരി പാട്ട് പുതിയ മോഡൽ. സുന്ദരി പെണ്ണേ ഹോ ഹോ ഹോ, അട്ടഹാസം അട്ടഹാസം, ഹോ ഹോ ഹോ, അതാണ് അട്ടഹാസം. ഞാൻ ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തിന് ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ ആ പാട്ടുകളുടെ കൂട്ടത്തിൽ നമ്മുടെ പാരമ്പര്യമുള്ള മണ്ണിൻ്റെ മണമുള്ള ഈ വൃത്തങ്ങളും ഈണങ്ങളും ചേർന്നിട്ടുള്ള സൗമ്യതയുടെ, ശാലീനതയുടെ മാർഗം നമ്മൾ വിട്ടുകളയാൻ പാടുണ്ടോ? നമുക്ക് ശാലീനത എന്ന് പറയുന്നത് കൃത്രിമമായിട്ട് ഫോട്ടോയിൽ എടുക്കേണ്ടതും ഷെയർ ചെയ്യേണ്ടതും മാത്രമാണോ? നമുക്ക് ഹൃദയത്തിൽ അനുഭവിക്കാൻ, ഈ ശാലീനത അനുഭവിക്കാൻ നമുക്ക് നാദങ്ങൾ കൂടിയേ തീരൂ. കവിതകളോ, ഹൈക്കു കവിതകളുടെ കാലമാണിത്. ആ കവിതകളിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതിയും കേരളത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളും കേരളത്തിൻ്റെതായിരിക്കുന്ന ഈ നാദവൈവിധ്യവും കൂടിക്കലർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത്രയും മനോഹരമായ കവിതകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. നല്ല കവിതകളുണ്ട്. നമ്മളെ ചില മാമന്മാരുണ്ട്, പണ്ടത്തൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല. എൻ്റെ നാട്ടിലൊരു കഥാകൃത്തുണ്ട്,
അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും മനോഹരമായ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാകൃത്ത. പക്ഷെ അദ്ദേഹം കവിതകളെ പറ്റിയിട്ട് പണ്ട് ONV മാത്രമാണ് കവിതയുള്ളത്, വൈലോപ്പള്ളിക്ക് മാത്രമേ കവിത എഴുതാൻ പറ്റിയിട്ടുള്ളൂ, പുതിയതൊന്നും കവിതയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കഥ എഴുതി. കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ വന്നു. എൻ്റെ അമ്മോ, ഇങ്ങനെയൊരു പൊട്ടക്കഥ ഞാൻ ഇപ്പം അടുത്തൊന്നും വായിച്ചിട്ടില്ല. അയാൾ പണ്ട് എഴുതിയെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എഴുതിയത് മോശം നന്നാവണമെന്നുണ്ടോ? ഇപ്പം എഴുതിയ കവിതകൾ, നല്ല കവിതകൾ അദ്ദേഹം കാണുന്നില്ല. നല്ല കവിതകൾ, വളരെ രസകരമായ PK പാറക്കടവിൻ്റെയും സോമൻ കടലൂരിൻ്റെയും അതുപോലെ പവിത്രൻ തീക്കുനിയുടെയും ഒക്കെ കവിതകൾ, ഗംഭീരമായ കവിതകളുണ്ട്, നല്ല കവിതകളുണ്ട്. റഫീഖ അഹമ്മദിന്റെ കവിതകളുണ്ട്. അതൊന്നും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. പക്ഷെ ആ കവിതകളിൽ ഉള്ള പ്രശ്നം എന്താ? എന്തുകൊണ്ട് അത് ജനകീയമായി സംവദിക്കപ്പെടുന്നില്ല? കവിതകൾ കാനനച്ചായയിൽ ആടുമയിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന വരി അറിയാത്തവൻ മലയാളിയല്ല. അതുപോലെ എല്ലാവർക്കും അറിയുന്ന ഒരു വരി എഴുതാൻ ഒരു കവിക്കും കഴിയാതിരിക്കുന്നത് ആ വരി കാനനച്ചായയിൽ ആടുമയിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അതിലൊരു നാദവുമുണ്ട്, ഒരു ഈണവുമുണ്ട് എന്നതുകൊണ്ടാണ്. പാടില്ല പാടില്ല നമ്മെ നമ്മൾ, ആ നാദത്തിലൂടെ മലയാളി നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ, നിന്നെ ഒരിക്കൽ കൊണ്ടുപോകാം പ്രണയത്തെ നിഷേധിക്കാതെ, ഇന്നിപ്പോ വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ക്ഷമയോടുകൂടി പ്രണയത്തെ കൈകാര്യം ചെയ്യാനുള്ള പാഠങ്ങളായിരുന്നു അന്നത്തെ മലയാളിക്ക് ചങ്ങമ്പുഴ കൊടുത്തത്. ഇതേ പാട്ട് ഇന്ന് സിനിമയിലേക്ക് വന്നപ്പോ ഞാനും വരട്ടെ ആടുമീക്കാൻ കാടിനുള്ളിൽ, അടുത്തതാ ഒരു പുന്നാരെ എന്നാൽ പ്രണയം കാമമായി അത്യാർത്ഥിയായിട്ട് എത്രയും പെട്ടെന്ന് പ്രണയം അതിൻ്റെ സ്വാഭാവികമായ പരിസമാപ്തിയിലേക്ക് പോകാനുള്ള, പ്രണയം കഴിയുന്നത് വരെയുള്ള രസമാണല്ലോ പ്രണയം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ. നമ്മൾ മലയാളികൾ കല്യാണം കഴിഞ്ഞവരെ 100 പ്രാവശ്യം ഐ ലവ് യു എന്നയക്കൂ. കല്യാണം കഴിഞ്ഞാൽ ഒരു തവണ വയ്ക്കൂ. വിവാഹം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഐ ലവ് യു എന്നോ ഐ ലൈക്ക് യു എന്നോ പറയുന്ന സ്വഭാവം നമുക്കില്ല. പിന്നെ എന്ത് പുരോഗമനവാദമാണ് നമ്മുടെ ഇടയിൽ? എന്താ കല്യാണം കഴിഞ്ഞാൽ ഐ ലവ് യു പറയാത്തതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കുന്നംകുളത്തിന് ഇതുപോലൊരു പരിപാടി പ്രസംഗിക്കുമ്പോൾ ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? വിവാഹത്തിന് ശേഷം എന്താ ഐ ലവ് യു പറയാത്തതെന്നറിയോ? എന്താ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്നാ പറഞ്ഞത്. അപ്പൊ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഈ പ്രചരണമാണ് ഐ ലവ് യു എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നല്ലേ, അല്ലേ? ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രമുള്ള തട്ടിപ്പാണിത്. അപ്പോ ഇപ്പോ അതിൻ്റെ സ്വാഭാവികമായ പ്രണയത്തിന്റെ പരിസമാപ്തിയിലേക്ക് രണ്ടാത്മാക്കൾ ഇണചേരുന്ന ആ മനോഹരമായ ദിവ്യമായ അവസ്ഥയാണ് പ്രണയമെന്നതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോ എത്രയും പെട്ടെന്ന് രതിമൂർച്ഛയിൽ എത്തിച്ചേർക്കലാണ് പ്രണയമെന്ന് ധരിച്ചു പോയതാണ്. പുതിയ പാട്ടിൽ പറയുന്നു, പോരൂ പുന്നാരെ, പാടില്ല കാത്തു നിൽക്കാം എന്നല്ല, ഇപ്പൊ തന്നെ പോവാ, സ്പെഷ്യൽ പിടിക്കാം, റൂം എടുക്കാം, എന്നിട്ട് പ്രണയിക്കുന്നു, റൂം എടുക്കുന്നു, 4 ദിവസം കൊണ്ട് ഒന്നിക്ക് കൊല്ലുന്നു, പിരിഞ്ഞു പോകുന്നു. പ്രണയ വിവാഹങ്ങൾ നല്ലതാണ്, പക്ഷേ ദുരന്തത്തിലേക്ക് പോകുന്നു. നമ്മുടെ ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ എടുത്ത പ്രണയ വിവാഹങ്ങളിൽ ഒരു സർവേ നടത്തി നോക്കുമ്പോൾ അതൊന്നും പ്രണയമായിരുന്നില്ല, കാമമായിരുന്നു. കാരണം ആ പ്രണയത്തിൽ മാംസമേ ഉള്ളൂ, നാദമില്ല, കവിതയില്ല. പ്രണയത്തിൽ നാദവും കവിതയും വേണ്ടേ? പ്രണയത്തിൽ നാദവും കവിതയും വേണ്ടേ? ആ നാദവും കവിതയും ഇല്ലാത്തത് കൊണ്ടാണ് കാമുകി വേറെ ഒരുത്തൻ ഓനെ തേച്ചു പോയാ കുത്തിക്കൊല്ലുന്നു, ഇല്ലേ? എത്രയാണ് കൊലപാതകങ്ങൾ! ആസിഡ് ബൾബ് എറിയുന്നു, ആസിഡ് ഒഴിക്കുന്നു. കാരണം അവൻ പ്രേമിച്ചത് അവളുടെ ആത്മാവിനെ എല്ലാരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ എന്നൊരു കാമുകൻ ഇന്ന് പാടുന്നില്ല. ആത്മാവിന്റെ സൗന്ദര്യത്തെ പ്രേമിക്കുന്നില്ല. പിന്നെന്താ പ്രേമിക്കുന്നത്? നിന്റെ ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുകളെ, നിന്റെ റോസ് പൗഡർ ഇട്ട കവിളുകളെ, നിന്റെ ഷാമ്പൂ പൂശിയ മുടിയെ, നിന്റെ തൊടപുറത്ത് കാണുന്ന ജീൻസിനെയാണ് ഞാൻ പ്രേമിക്കുന്നത്, അല്ലേ? അതിനെയാണ് എനിക്ക് പ്രേമം. ഉപരിപ്ലവമായി ശരീരത്തെ മാത്രം പ്രേമിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രേമം, ആ ശരീരം മറ്റൊരാൾ കൊണ്ടുപോകുമ്പോ ആ ശരീരത്തെ നശിപ്പിക്കാൻ കത്തിയുമായിട്ട് പോകുന്നു, ആസിഡുമായി പോകുന്നു, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു. കാരണം പ്രണയം മാംസനിബദ്ധമാകുന്നു. ധ്രുവമിഹ മാംസനിബദ്ധമല്ല രാഗം എന്ന് അവൻ അസ്ഥിശേഷനാണ്. ആര്? മദനൻ.
എന്നിട്ടും അവൻ അവളെ ആഞ്ഞു നോക്കി നിന്നു. കാരണം ധ്രുവമിഹ മാംസനിബദ്ധമല്ല രാഗം, ശരീരത്തിൽ കുടികൊള്ളുന്നതല്ല, നാദത്തിലും സ്വപ്നത്തിലും ഈണത്തിലും കുടികൊള്ളുന്നതാണ് പ്രണയം. ആ പ്രണയത്തെ കവിതയിലേക്ക് ചാലിച്ചതായിരുന്നു ചങ്ങമ്പുഴ. അതാണ് ഇന്ന് അതില്ലാത്തത് കൊണ്ട് ആത്മസൗന്ദര്യത്തെ കാണുന്നില്ല. പിന്നെ എന്ത് സൗന്ദര്യ? ബാഹ്യ സൗന്ദര്യത്തെ കാണുന്നു. അതുകൊണ്ട് ബാഹ്യ സൗന്ദര്യത്തെ നശിപ്പിക്കുന്നു. പണ്ട് ആ ശരീരം മറ്റൊരാൾ കല്യാണം കഴിച്ചു പോയാൽ, അന്ന് പ്രണയം പറയാനായിട്ട് എത്ര കാത്തു നിൽക്കണം. ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പ്രേമം മുട്ടിടുന്ന കാലം 10ാം ക്ലാസ്സിലായി, ഇപ്പം 5ാം ക്ലാസ്സിലായി. കാരണം ഹോർമോൺ മാറിയല്ലോ. അന്ന് ഞങ്ങൾക്ക് ചക്കക്കുരും വെള്ളരിക്കൊണ്ട് കറി വെച്ചതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? ഇന്ന് എത്രയോ മാംസം, എത്രയോ നല്ല ഹോർമോൺ ഉണ്ട്. അതുകൊണ്ട് വളരെ നേരത്തെ പെൺകുട്ടികൾ ഋതുമതികളാകുന്നുണ്ട്, ആൺകുട്ടികൾക്ക് പ്രണയക്കുരു പൊന്തുന്നുണ്ട്. അതുകൊണ്ട് അന്ന് ഞങ്ങൾ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ആരാദ്യം പറയും എന്ന് വിചാരിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസമാണ് ആകെ സങ്കടപ്പെട്ടിട്ട് ഓട്ടോഗ്രാഫിൽ കരയെ മറന്നാലും കടലിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്ന് എഴുതി കൊടുത്ത് 2 ബൈക്ക് പോയി. അന്ന് ഫോണില്ല, ഫേസ്ബുക്കില്ല, വാട്സപ്പില്ല, പിന്നെ ഒരു വിവരമില്ല. കല്യാണം കഴിഞ്ഞ് പോയി. ഇപ്പോ ഫേസ്ബുക്കും വാട്സപ്പെല്ലാം ഉണ്ടായി. മക്കളായതിനു ശേഷം ആ ചരക്കല്ല എവിടെയുണ്ട് അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുക. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളാ അല്ലെ? എല്ലായിടത്തും പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളാണ്. ഇത് തെറ്റല്ല, നല്ല കാര്യം കേട്ടോ. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടക്കുന്നത് നല്ല കാര്യമാണ്. ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തവർക്ക് ആയുസ് കൂടുന്നുണ്ടെന്നാ പറയുന്നത്. ആരെങ്കിലും കൂടെ ഉണ്ടെന്നൊരു ചിന്തയുണ്ടാവുമല്ലോ, അപ്പൊ ഒരു വികാസം ഉണ്ടാകും, മനസ്സിന് ഒരു പ്രതീക്ഷയുണ്ടാവും, സങ്കടങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. അന്ന് കാമുകി വേറെ ഒരുത്തന്റെ കൂടെ കല്യാണം കഴിഞ്ഞ് പോയാലും ദൂരെ നിന്ന് കാമുകൻ അവന് കത്തിയെടുത്ത് കുത്താനല്ല, മംഗളം നേരുമായിരുന്നു അല്ലേ? അലിഞ്ഞു ചേർന്നതിൻ ശേഷമൻ ജീവനെ പിരിഞ്ഞു പോയി നീ എങ്കിലും എന്നും മംഗളം നേരുന്നു ഞാൻ എന്ന് പാടുന്ന കാമുകൻ. ഇന്ന് ഞാൻ ആസിഡ് ബൾബ് എറിയുന്നു ഞാൻ എന്ന് പറയുന്ന കാമുകൻ. നിനക്ക് മക്കളില്ലാണ്ടായി പോട്ടെ എന്ന് ശപിക്കുക കാമുകന്മാര്, മക്കളില്ലാണ്ടായി പോട്ടെ. എന്നാൽ അന്നോ നിനക്കൊരുപാട് മക്കൾ ഉണ്ടാവട്ടെ. ആ പുണ്യദാമ്പത്യവർണ്ണവല്ലരിയിൽ ആനന്ദമുകുളങ്ങൾ ജനിക്കട്ടെ എന്ന് പാടുന്ന കാമുകൻ. കാരണം മാംസനിബദ്ധമല്ലായിരുന്നു അന്നത്തെ, ജീവിത നിബദ്ധമായിരുന്നു. ആ ജീവിതം ഗാനമായിരുന്നു. ആ ജീവിതത്തിന്റെ ഗാനം സംഗീതമീ ജീവിതം, ഒരു മധുര സംഗീതമീ ജീവിതം, ഒരു മധുര സംഗീതമീ ജീവിതം. ആ ജീവിതത്തിൽ ആരാഗത്തിൽ ലേശം അനുരാഗം വേണം, ആരോമലാളൊന്ന് തേറ്റുപാടേണം. അതാണ് ആ സംഗീതമായിരുന്നു ജീവിതം. കൃഷിയും പോലും ജീവിതമായിരുന്നു. ഏറ്റവും മികച്ച കുട്ടി കർഷകൻ അവാർഡ് കിട്ടി എൻ്റെ നാട്ടിലൊരു കുട്ടിക്ക്. ആ കുട്ടിയുടെ സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ഞാൻ പോയപ്പോ ഞാൻ കേട്ട ഏറ്റവും മനോഹരമായ പ്രസംഗം ആ കുട്ടിയുടെ മറുപടി പ്രസംഗമായിരുന്നു. ആ കുട്ടി പറഞ്ഞു, എൻ്റെ അപ്പൂപ്പൻ എപ്പോഴും ഒരു പാട്ട് പാടാറുണ്ട് വീട്ടിൽ നിന്ന്. ആ പാട്ട് കേട്ടിട്ടാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു, മോനെ പാട്ട് പാടും. അവൻ പാടി, ചെമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു, വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാൻ പോൾ ഒരു ചന്ദനത്തിൻ മണി വീണ അവനു നൽകി. വീണക്ക് പകരം ഇന്നാണെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ അല്ലെ ഒരു ആപ്പിൾ ഫോൺ കൊടുത്തു എന്ന് വിചാരിക്കുക. തങ്ക സ്വപ്ന ശതങ്ങളാം തന്ത്രികൾ കെട്ടി, അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പൂരട്ടി, ആർത്തലയ്ക്കും ഹൃദയത്തിൽ തുളുമ്പിയ ഗാനങ്ങൾ രാത്രിയും പകലും അവൻ വീണയിൽ മീട്ടി. രാത്രിയും പകലും മീട്ടലല്ലേ ഇപ്പോ സംഭവം, ഇതാണെന്നേ ഉള്ളൂ. ആ മധുര സംഗീതത്തിൻ ലഹരിയാലെ സ്വന്തം ഭൂമി ദേവിയെ പാവം മറന്നു പോയി.
ശ്യാമളമാം ഭൂമിയാകെ പാഴ്മരുവായി മാറിപ്പോയി. പാവമപ്പോൾ പശിയാലെ പാട്ടു നിർത്തി. വിശന്നപ്പ പാട്ട് നിർത്തി. കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയൂന്നി സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. എന്നുമെന്നും സമൃദ്ധിതൻ പൊന്മണികൾ വിളയിക്കാൻ മന്നിതിൻ്റെ മകനായിട്ടവനിറങ്ങി. ആ പാട്ട് കേട്ടിട്ടാണ് ഞാൻ കൃഷിയിലേക്ക്, ഇനിയാണ് നമ്മുടെ കേരളത്തിൻ്റെ തനത് പാരമ്പര്യത്തിലേക്ക് വരുന്നത്. ഈ അധ്വാനം പാട്ടും പാടി ഇരുന്നാ പോരാ, കൃഷി ചെയ്യണമല്ലോ. ഈ കൃഷിയെയും പാട്ടിനെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് താളമുണ്ടായത്. ശ്രദ്ധിക്കണം, കൃഷിയും നമ്മൾ സംസ്കൃതത്തിൽ ആര്യന്മാർ താണ്ഡവത്തിൽ നിന്ന് താ, ലാസ്യത്തിൽ നിന്ന് ലാ, താളം അങ്ങനെ ഉണ്ടായി എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഞാൻ താളം കണ്ടത് നാട്ടി നടുന്ന, ഇവിടെ പറയോ നാട്ടി, ഞാറ് പൊരിച്ചിട്ട് നാട്ടി, കൊടി നാട്ടി എന്ന് പറയും പോലെ നാട്ടി പൊരിച്ച് നടുന്ന പ്രക്രിയയിലെ അതിന് ഞങ്ങളുടെ നാട്ടി എന്ന് പറയാ. അതിന് പാടുന്നൊരു പാട്ടുണ്ട്, നാട്ടിപ്പാട്ട്. ആ നാട്ടിപ്പാട്ട് എന്താ, എന്തിനാണിത് പാടുന്നത്? ഇതെല്ലാവരും ഒരേ ലെവലിൽ നടണം. അല്ലാതെ ഒരാൾ സ്പീഡ് കൂട്ടിയിട്ടും ഒരാൾ സ്പീഡ് കുറച്ചിട്ടും നട്ടാൽ എന്താ കുഴപ്പമെന്നറിയോ? ഇന്ത്യൻ്റെ ഭൂപടം വരച്ച പോലെ ആയിരിക്കും. കുറേ ആളങ്ങ് മേലെ, കുറേ ആളങ്ങ് ബംഗ്ലാദേശിലുണ്ടാവും, കുറേ ആളങ്ങ് ഗുജറാത്തിലുണ്ടാവും, കുറേ ആളങ്ങ് കന്യാകുമാരിയിലുണ്ടാവും. ലെവല് ഒത്തുവരില്ലല്ലോ. അതിന് പകരം കൈതേരിയടമ്പാണേ കുഞ്ഞിക്കണ്ണൻ, കൈതേരിയടമ്പാണേ കുഞ്ഞിക്കണ്ണൻ, പടിഞ്ഞിറ്റ പഞ്ചാര കട്ടുമ്മേല്, പടിഞ്ഞിറ്റ പഞ്ചാര കട്ടുമ്മേല്, ലച്ചുവിൻ്റെ കൈയും പിടിച്ച് കണ്ണൻ, ലച്ചുവിൻ്റെ കൈയും പിടിച്ച് കണ്ണൻ എന്ന് പറഞ്ഞിട്ട് നാട്ടിപ്പാട്ട്. ഇതെന്തിനായി പാടുന്നത്? കൈതേരിയടമ്പാണേ എന്ന് പറയുമ്പോഴാണ് ഒന്ന് ഊന്നുക. കൈതേരിയടമ്പാണേ, അപ്പൊ എല്ലാവരും അന്നേരം ഊന്നി, ലെവലായോ? പടിഞ്ഞിറ്റ പഞ്ചാര അടുത്ത ഊന്നി, ലച്ചുവിൻ്റെ കയ്യും പേടി. ഈ താളമൊപ്പിക്കാനാണ് കൃഷിപ്പാട്ടുകൾ ഉണ്ടായത്. കൃഷിപ്പാട്ടുകൾ ഉണ്ടാവുന്നു. ആ പാട്ടുകൾ ഒരേ ലെവലിൽ ഒത്തുവെച്ചിട്ട് പാടുന്നു. ഒന്ന് താളമൊപ്പിക്കാൻ, രണ്ടാമത് വികാരങ്ങളുടെ വിരേചനം നടത്താൻ പാട്ടുകൾ ഉണ്ടായിരുന്നു. പണിയെടുത്ത് തളർന്നു വരുമ്പോ തമ്പുരാന്റെ വീട്ടിൽ, ജമ്മിയുടെ വീട്ടിൽ പോയാൽ ഒരു പാത്രത്തിൽ വെള്ളം പോലും തരാത്ത തമ്പുരാന്റെ സങ്കടമാണ്. 100 കാതോം വഴി നടന്ന് തൊണ്ട പൊട്ടി വന്ന നേരോ ഒരടക്കാ തോട് വെട്ടി തണ്ണിതായോ തമ്പ്രാക്കളെ. ഒരടക്കേന്റെ തോട്ടിൽ, പാത്രത്തിൽ വേണ്ട, ഒരടക്കയുടെ തോട്ടിൽ വെള്ളം താ. അപ്പൊ തമ്പുരാൻ പറയാ, തണ്ണി താണ്ടേ കെട്ടിൻ്റെ അകത്ത്, പാള താണ്ടേ കങ്ങുമ്മേല്, കാരി താണ്ടേ തൊണ്ടുമ്മേല്, കോരിക്കുടി കോരിക്കുടി. പാത്രം തരൂല, വെള്ളം തരൂല. തണ്ണി കിണറ്റിലുണ്ട്, ആ തണ്ണി കോരണമെങ്കിൽ പാള വേണം. കവുങ്ങിന്റെ പാള പൊളിച്ച് കോട്ടിയിട്ട് അതിന് കെട്ടാൻ കയറോ, തൊണ്ട് തല്ലി കയറ് വിരിച്ചിട്ട് ആ കയറ് കൊണ്ട് പാളയിൽ കെട്ടിയിട്ട് കോരി കുടിച്ച് അപ്പോഴേക്ക് ഇവൻ ദാഹിച്ച് ചത്തുപോയാലും ഒരടക്കയുടെ തോട്ടിൽ കൊള്ളുന്ന വെള്ളം കൊടുക്കാത്ത ആ നിഷേധത്തിന്റെ, മനുഷ്യാവകാശ നിഷേധത്തിനെതിരെയുള്ള പ്രതിരോധം അവന് പാടാൻ മാത്രം അല്ലേ? പാടുകയല്ലാതെ നമുക്കെന്താ മാർഗം മോളെ എന്നാണ് നാടൻപാട്ട് പറയുന്നത്. നമുക്ക് പാടാതിരുന്നാല് പട്ടിണി മാറുമോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാടിക്കൊണ്ടിരിക്കുക. ഒരു പണിയപ്പാട്ടുണ്ട്, കുട്ടീനെ ഉറക്കുന്ന പുള്ളയെ, പുള്ളേ എന്നാ പറയാ കുട്ടിയെ, പുള്ളേ. ഉറങ്ങുറങ്ങ് പുള്ളേ നീ ഉറങ്ങേ, ഉണരാതെ പുള്ളേ നീ ഉറങ്ങ്, നീ ഉറങ്ങ്. അച്ഛനിപ്പോ മലയിൽ കൊത്തി കൊത്തിച്ചാവും, അമ്മയിപ്പോ വയലിൽ നട്ട് നട്ട് ചാവും, നീ ഉറങ്ങ്. ആരോട് പറയാൻ? ആത്മാവിഷ്കാരം, സങ്കടങ്ങളുടെ ആവിഷ്കാരമായിട്ടാണ് നമ്മുടെ നാടൻ പാട്ടുകൾ വന്നത്. ആ നാടൻ പാട്ടുകളുടെ ഈണങ്ങളും ശീലുകളുമാണ് പിന്നെ അതിനെ പ്രൗഢമായിരിക്കുന്ന സാഹിത്യത്തിലേക്ക് ചേർത്തുകൊണ്ട് കേരളക്കരയിൽ ഒരുപാട് കവികൾ വന്നു. ആ കവികളുടെ കൂട്ടത്തിൽ ആ നാടോടി ഈണങ്ങളും ഗൗരവതരമായ പ്രണയസങ്കല്പങ്ങളും ഗൗരവതരമായ ഫിലോസഫിയും കൂട്ടിച്ചേർത്തിട്ടൊരു വസന്തം സൃഷ്ടിച്ചതാണ് 19-20 നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ചങ്ങമ്പുഴയുടെയും ഇടപ്പള്ളിയുടെയും അതുപോലെ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെയും തുടർന്ന് വന്ന പി ഭാസ്കരനും ONV കുറുപ്പും വയലാറും അടങ്ങുന്ന ഒരു പ്രത്യേക
വിഭാഗത്തിൻ്റെ കവിതകളുടെ കാൽപ്പനിക വസന്തമുണ്ടാക്കിയത്. ആ കാൽപ്പനിക വസന്തകാലത്ത് പണിയെടുക്കുന്ന സ്ത്രീകൾ മാത്രമല്ല, വീടി തെറുപ്പുകാരായ തൊഴിലാളികൾ മാത്രമല്ല, കച്ചവടക്കാരും എല്ലാവരും കവിത ചൊല്ലാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് കവിത ഈണങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ടെറിബിൾ സൗണ്ടിലേക്ക് ചുരുങ്ങുമ്പോൾ സാംസ്കാരിക ച്യുതിയിലേക്ക് പോകുന്നില്ലേ? നമ്മുടെ കേരളം സാംസ്കാരിക ച്യുതിയിലേക്ക് എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളുടെ അച്ചടി വർദ്ധിക്കുന്നു. ഒരുപാട് പുസ്തകങ്ങൾ അച്ചടിക്കുന്നുണ്ട്. പക്ഷേ പല വായനശാലകളിലും അലമാരകൾക്കുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. പുസ്തകങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മാഷന്മാരും. എല്ലാവരും അല്ലേ? നാളെ മാഷന്മാർ എനിക്ക് കേസ് കൊടുക്കണ്ട. എല്ലാവരും അല്ല, മഹാഭൂരിപക്ഷം മാഷന്മാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും IT വിദഗ്ധന്മാരും ഒന്നും വായിക്കാത്ത, ഒരു കവിത ചൊല്ലാത്ത നിർഗുണ പരബ്രഹ്മങ്ങളായി മാറുന്നു. നിർഗുണ പരബ്രഹ്മങ്ങളായി മാറുന്നു. ഇത് മനുഷ്യത്വത്തിൽ നിന്ന് മൃഗീയതയിലേക്ക് ഭാവി കേരളത്തിൽ അതിഭീകരമായ മനുഷ്യത്വരാഹിത്യത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് നമുക്ക് ചങ്ങമ്പുഴയെയും വൈലോപ്പള്ളിയെയും ആശാനെയും ഉള്ളൂരിനെയും വള്ളത്തോളിനെയും വയലാറിനെയും പാട്ടുകളെയും ഒക്കെ തിരിച്ചു പിടിക്കാം. പുതിയ കവിതകളെ ചേർത്ത് പിടിക്കാം. നമുക്ക് പാടാം, നമുക്കൊന്നിച്ചു പാടാം. വീടുകൾ പാട്ടിൻ്റെ അരങ്ങായി മാറാൻ പറ്റുമോ? വീടുകളിൽ സോഫ്റ്റനായ നാദമുണ്ടാക്കാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിൽ കുടുംബ സദസ്സുകൾ സോഫ്റ്റനായ നാദത്തിൻ്റെ ഇടങ്ങളാവണം. എങ്ങനെയാണ് സോഫ്റ്റനാക്കേണ്ടത്? എസ് എന്ന് പറഞ്ഞാൽ സ്മൈലാണ്. SOFTAN എസ് സ്മൈലാണ്. പുഞ്ചിരിച്ചുകൊണ്ട് വട്ടത്തിൽ ഇരിക്കാൻ പറ്റുമോ? പുഞ്ചിരിക്കാൻ മറന്നു പോകുന്നു. ഓപ്പൺ ഹേഡ്, ഹൃദയം തുറന്ന് പാടാൻ പറ്റുമോ? ഹൃദയം തുറന്ന് പറയാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമോ? ഹൃദയം തുറക്കാത്തവരുടെ വീട്ടിലെ കുട്ടികളാണ് ചങ്കുകളെ തേടി പുറത്തു പോകുന്നത്. അച്ഛനും അമ്മയും ചങ്കല്ല. കാരണം മക്കൾ ചങ്കാവില്ല ഇവർക്ക്. അതുകൊണ്ട് അവർക്കും ചങ്കല്ല. ഹൃദയം തുറന്ന് വർത്തമാനം പറയുന്ന ഇടങ്ങൾ വേണ്ടേ നമുക്ക്? അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ദിവസം ഒരു കവിതയെങ്കിലും ചൊല്ലാൻ പറ്റുമോ? ഞാൻ ഈ കുടുംബശ്രീക്കാരോട് കുറേ കാലമായി പറയുന്നു, അവിടെ ഇരുന്നിട്ട് പൈസേൻ്റെ കണക്കും പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഒരു കവിത ചൊല്ലിയാലെന്താ? ഒരു കഥ വായിച്ചാലെന്താ? ഒരു കഥ വായിച്ചാൽ ഇവിടെ സ്വാഗതം പറഞ്ഞിട്ട് അധ്യക്ഷൻ എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നതിനിടയിൽ ഞാൻ 12 കഥ വായിച്ചു. അറിയോ? ഒരു ചെറിയ പുസ്തകം, ഗിന്നസ് ബുക്കിൽ പേര് വന്ന ഹൈക്കു കഥകൾ സത്താർ ആദൂർ എഴുതിയ ഒരു കൊച്ചു പുസ്തകമാണിത്. എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നതാ. അതിൽ 12 കഥകൾ, രസകരമായ കഥകൾ ഞാൻ വായിച്ചു. രസകരമായ കഥകൾ. നമ്മൾ ഈ വാട്സപ്പ് കഥകൾ കണ്ട് നമ്മുടെ വായനയുടെ ശീലം എന്തോ വഴിതെറ്റി പോവുക. കാരണം അതിൽ സ്ഥിരം ഒരേ മോഡൽ കഥകളാണ് എഴുതുന്നത്. നമ്മൾ പുസ്തകങ്ങളിലേക്ക് പോകണം, കവിതകൾ വായിക്കണം, ഹൃദയം തുറക്കും, ഓപ്പൺ ഹേഡ്. അഹന്ത വേണ്ട, ഫോർവേഡ് ലീൻ, ഫോർവേഡ് ലീൻ. നമ്മൾ മനുഷ്യത്വത്തിലേക്ക് കുനിയണം, മുന്നോട്ട് കുനിയാൻ പഠിക്കൂ. നമ്മൾ താഴാൻ പഠിക്കൂ. മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ. മാങ്ങ കൂടുമ്പോൾ വൃക്ഷക്കൊമ്പ് മേലോട്ട് ഉയരുന്നില്ലല്ലോ. പിന്നെ നമ്മളെന്തിന് മുന്നോട്ട് കുനിയാതെ നിൽക്കുന്നു? ഫോർവേഡ് ലീൻ, ടച്ച്, തൊടണം. പുസ്തകത്തിൽ തൊടണം, അച്ഛനെ തൊടണം, അമ്മയെ തൊടണം, മക്കളെ തൊടണം, അപ്പൂപ്പനെ തൊടണം. നമ്മുടെ ത്വക്ക് ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ കണ്ണും മൂക്കും കാതും നാവും മാത്രം പരിഗണിക്കുന്നൊരു ലോകം. ത്വക്കിനെ ക്ഷയിക്കാനില്ല, കെട്ടിപ്പിടുത്തില്ല. വാത്സല്യം എന്ന വാക്കിൻ്റെ അർത്ഥം കുട്ടികൾ ധരിച്ചിരിക്കുന്നത് കിൻഡർ ജോയ്, അൽഫാം, ഡയറി മിൽക്ക്, കിറ്റ്കാറ്റാണ് വാത്സല്യമെന്ന്. വത്സം എന്ന വാക്ക് നെഞ്ച് എന്നാണ് അർത്ഥം. നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നതാണ് വാത്സല്യം. അതുകൊണ്ട് ടച്ച്, തൊടണം. ഭാര്യയും ഭർത്താവും തൊടണം, അടുത്തിരുന്നിട്ട് തൊടണം. മക്കളുടെ മുന്നിൽ അച്ഛനും അമ്മയും പ്രേമിക്കുന്നത് കാണുന്ന കുട്ടികൾക്ക് നല്ല മനസ്സുണ്ടാവും എന്നാണ് പറയുന്നത്. അച്ഛനും അമ്മയും പ്രേമിക്കണം. പ്രേമം ഒരു വൃത്തികെട്ട പരിപാടിയല്ല എന്ന് മരണം വരെ പ്രേമിക്കണം. ടച്ച്, ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കണം. കണ്ണല്ലേ നമ്മുടെ പേഴ്സണാലിറ്റി. വിമാനത്താവളത്തിൽ കണ്ണിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് കയറ്റൂ. കണ്ണിൻ്റെ വലുപ്പം നോക്കിയിട്ടല്ലേ നമുക്ക്. എൻ്റെ നാട്ടിലല്ല പേരിട്ടത്, അക്ഷി എന്ന പേര് ഉപയോഗിച്ചിട്ട്. അംബുജാക്ഷൻ അംബുജാക്ഷി, കമലാക്ഷൻ കമലാക്ഷി, പങ്കജാക്ഷൻ പങ്കജാക്ഷി, മീനാക്ഷി, മീനിനെ പോലെ പടക്കുന്ന കണ്ണുകൾ. എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള പേര് വിശാലാക്ഷി എന്നാണ്. വിശാലമായ കണ്ണുള്ളവൾ. വിശാലമായ കണ്ണ് സ്ത്രീകൾക്ക് സൗന്ദര്യമാണെന്ന പണ്ടേയുള്ള സങ്കല്പം. അതുകൊണ്ട് ആ പെണ്ണുങ്ങളെ വിശാലാക്ഷി. പക്ഷെ ചെറിയ കണ്ണാണ് ആണുങ്ങളെ സൗന്ദര്യം പോലും. അതുകൊണ്ട് ആണുങ്ങളെ കുഞ്ഞിക്കണ്ണെന്നും വിളിച്ചു. മനസ്സിലായോ? കുഞ്ഞിക്കണ്ണൻ. ഇതാണ് ആ കണ്ണിൻ്റെ വലുപ്പം. കഴിഞ്ഞ കൊല്ലം
ഞാൻ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. കഴിഞ്ഞ വർഷത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പത്രത്തിലും ചാനലിലും വന്ന വാർത്ത കണ്ണിന്റെ വലുപ്പവുമായി ബന്ധപ്പെട്ടതാ അല്ലേ? മഞ്ജു വാര്യരുടെ കണ്ണിന് അല്പം വലുപ്പം കുറഞ്ഞുകൊണ്ടല്ലേ അതിലും വലിയ കണ്ണുള്ള കാവ്യ മാധവന്റെ അടുത്തേക്ക് ആ വിദ്വാൻ പോയേ? ആ മഞ്ജുവോട് പറഞ്ഞു കൊടുത്തിട്ടല്ലേ പൾസർ ഉപദ്രവിച്ചത്? ആ കാര്യത്തിന്റെ പേരിലല്ലേ ഹേമ കമ്മീഷൻ ഉണ്ടായത്? അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നവരല്ലേ കേരളത്തിൽ മുഴുവൻ പല നടന്മാരുടെയും വൃത്തികേട് പുറത്തു വന്നത്, വലിയ വാർത്ത വന്നത്? ഇതെല്ലാം കണ്ണിന്റെ വിഷയ വലുപ്പ. കണ്ണിൽ നോക്കൂ, മക്കളുടെ കണ്ണിൽ നോക്കൂ, ഭാര്യയും ഭർത്താവും കണ്ണിൽ നോക്കൂ. ഇനി ഒരു കാര്യം പറയാം. മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയാത്തതിന്റെ പേരിൽ ഇന്ത്യ കണ്ട മഹായുദ്ധം, മഹാഭാരത കഥ നമ്മളോട് പറയുന്നതാ. കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണം ധൃതരാഷ്ട്ര ജന്മനാന്തന. വിവാഹം നടത്തുമ്പോ സുബലന്റെ വിവാഹം അന്വേഷിച്ചു, സുബലന്റെ മകളെ. അന്ധനാണെന്ന് സുബലൻ മകളോട് പറഞ്ഞില്ല. കാരണം യവനന്മാരുടെ ആക്രമണം വരിക. 11 അക്ഷൗഹിണി പടയുണ്ട് ഹസ്തിനപുരത്തിൽ. ഇവരുടെ സൈന്യബലം വേണമെങ്കിൽ അവരുമായിട്ട് ബാന്ധവം വേണം. അതുകൊണ്ട് അന്ധനാണെന്ന് പറഞ്ഞാൽ ഗാന്ധാരി നിഷേധിക്കുമെന്ന് ഭയന്നിട്ട് പറഞ്ഞില്ല. വിവാഹ പന്തലിൽ കയറിയപ്പോഴാണ് ഗാന്ധാരി അറിയുന്നത് തൻ്റെ ഭർത്താവ് അന്ധനാണ്. തന്നെ പറ്റിച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രകോടി കൊണ്ട് കണ്ണ് കെട്ടി. തൻ്റെ ഭർത്താവിന് കാണാത്ത ലോകം തനിക്കും കാണണ്ടെന്ന് പറഞ്ഞു. 100 ആൺമക്കളെ പെറ്റു, 100 എണ്ണത്തിനെ പെറ്റു. ഒന്നിനെ പോലും അച്ഛനും കണ്ടില്ല, അമ്മയും കണ്ടില്ല. കണ്ടോ? ഒന്നിന്റെ കണ്ണിൽ നോക്കിയില്ല. എല്ലാം നല്ല കുട്ടികളായിരുന്നു. എന്തായിരുന്നു മൂത്തോന്റെ പേര്? കൗരവന്മാരിൽ മൂത്തോന്റെ പേരെന്താ? ദുര്യോധനൻ എന്നാണ് നിങ്ങളുടെ മനസ്സിൽ വന്നത്? അല്ല, സുയോധന എന്നാ വിളിച്ച്. സുയോധനൻ. സു എന്ന് പറഞ്ഞാൽ നല്ലതെന്ന് അർത്ഥം. അതെന്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞല്ല. സുയോധനൻ. ആ സുയോധനൻ ദുഷിച്ച് ദുര്യോധനായി, ദുഷിച്ച് ദുശാസനായി. 100 പടഞ്ഞു മരിച്ചു. ഇവർ മരിച്ചപ്പോൾ ഒരു ചിതക്ക് തീ കൊളുത്താൻ ഒന്നും ബാക്കിയായില്ല. പുത്രവിയോഗ ദുഃഖത്താൽ കാട്ടിലേക്ക് ഓടിപ്പോയിട്ട് കാട്ടുതീയിൽപ്പെട്ട് പച്ചക്ക് വെന്ത് മരിച്ചു. എന്തേ? ഒന്നിന്റെ കണ്ണിൽ അച്ഛനും നോക്കിയില്ല, അമ്മയും നോക്കിയില്ല. ഭർത്താവിന് കണ്ണ് കാണൂലേ? ഭാര്യ ഭർത്താവിൻ്റെ കണ്ണാവണ്ടേ? പഴയ പാട്ട് ഓർമ്മയുണ്ടോ? ഭർത്താവ് കണ്ണ് കാണാത്തവനും ഭാര്യ കണ്ണ് കാണുന്നവളും എന്താ കൂടി പാടുന്നത്? കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പൊ ഭാര്യ എന്താ പാടിയത്? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾക്കെല്ലാം കണ്ണുണ്ടായിട്ടും മക്കളുടെ കണ്ണിൽ നോക്കുന്നില്ല. പിന്നെ എന്തിനാ കണ്ണ്? ഐ കോണ്ടാക്ട് വേണം. അവസാനത്തെ എൻ, ജനാധിപത്യത്തിന്റെ മൂല്യമാണ് എൻ. എന്താ അത്? നോഡിങ്. സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവണം, തലകുലുക്കണം. ഇതൊന്നും സമ്മതിക്കൂല. ഞാൻ മാത്രം ശരി. എല്ലാവരുടെയും കുറ്റം പറയല്ലേ. നമ്മുടെ വീടുകളിൽ നിന്ന് അതാരാ ഗോവിന്ദം പോകുന്നത്? ഗോവിന്ദം മഹാവൃത്തികെട്ടവനാ, പഞ്ചായത്ത് മെമ്പർ ഒന്നിനും കൊള്ളൂല, MLA പോക്കാണ്, മന്ത്രിമാർ പോക്കാം, മുഖ്യമന്ത്രി മഹാഭീകരൻ, പ്രധാനമന്ത്രി അതിലും ഭീകരൻ. ലോകത്ത് സകലയാളും മോശ, ഒരാളേ ഉള്ളൂ ലോകത്ത് നല്ലത്. അതാരാ? ഞാൻ മാത്രം. ഇത് കേട്ട് കേട്ട് നമ്മുടെ കുട്ടികൾ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന മനോഭാവം വളരുക. ഈ മനോഭാവം വന്നവന് ഒരാള് പറയുന്നത് കേൾക്കണ്ട. ഒരു കവിത വായിക്കാ, വേറെ ആൾ എഴുതിയ കവിത ഞാനെന്തിന് വായിക്കും? വേറെ ആൾ എഴുതിയ കഥ ഞാനെന്തിന് വായിക്കുന്നു? വായിക്കാത്തത്, യുവാക്കൾ വായിക്കാത്തതിന്റെ കാരണം അവരുടെ വൃത്തികെട്ട ഈഗോ കൊണ്ടാണ്. വായനയോടുള്ള താല്പര്യമില്ലാഞ്ഞിട്ടുള്ള ഈഗോ അവരെ സമ്മതിക്കുന്നില്ല. വേറൊരുത്തിന് എഴുതിയത് അങ്ങനെ ഞാൻ ഇരുന്ന് എൻ്റെ സമയം അങ്ങനെ കളിയില്ല, എനിക്കിതാ ഇവിടെ ഉണ്ട്, എനിക്കിവിടെ ഉണ്ട്, റീലുണ്ട്, എനിക്കിവിടെ പലതും ഉണ്ട്. അതാണ് ഈഗോ ആണ്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അതുകൊണ്ട് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവുന്ന, തലകുലുക്കുന്ന, സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തികവും ശാസ്ത്ര സാങ്കേതികവുമായ വികാസത്തിന്റെ ഭാഗമായി കാവ്യം സുഗേയമായിട്ട് ഹൃദയം ദ്രവീകരിക്കുന്ന പ്രക്രിയ കുറയുന്നു. ഒരു കാല് വളരുന്നു, മറുകാലിന് പോളിയോ വന്നു. ഇതാണ് കേരളത്തിന്റെ സാംസ്കാരികമായ ബാലൻസ് തെറ്റാൻ കാരണം. എന്താ? ആരാ ഉത്തരവാദി? രക്ഷിതാക്കളും കവികളും സാംസ്കാരിക നായകന്മാരെല്ലാം ഉത്തരവാദിയാ. ഒരു ഭാഗത്ത് ഹൈടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ, ഗംഭീരമായ വീട്, ഗംഭീരമായ വസ്ത്രം, ഗംഭീരമായ ഭക്ഷണം, ഗംഭീരമായ ടോയ്ലറ്റ്, ഗംഭീരമായ മുറ്റം, ഗംഭീരമായ ഇന്റർലോക്ക്, ഗംഭീരമായ കാറ്, അതെല്ലാം വളരുന്നു. ആനുപാതികമായി ആർദ്രത വളർന്നില്ലെങ്കിൽ അത് മനുഷ്യത്വത്തിന്റെ വളർച്ചയല്ല.
ആനുപാതികമായ ആർദ്രത വളരണം, കാൽപ്പനികതയും സ്വപ്നങ്ങളും വളരണം. അത് വളർത്തിയെടുക്കാൻ ഇഞ്ചക്ഷനിലൂടെ കഴിയില്ല, അത് വളർത്തിയെടുക്കാൻ ഫിസിയോതെറാപ്പിയിലൂടെ കഴിയില്ല. അത് വളർത്തിയെടുക്കാൻ ഒരേ ഒരു മാർഗം നാദവും കവിതയും ഈണവും താളവുമാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ സംസ്കാരത്തെ തിരിച്ചു പിടിക്കാൻ നമുക്ക് ചങ്ങമ്പുഴയുടെ പാട്ടുകളും വയലാറിൻ്റെ പാട്ടുകളും മാത്രം പോരാ. നമുക്കെല്ലാ കഥകളും കവിതകളും വായിച്ച് പുതിയ തലമുറയിലേക്ക് അല്പാൽപമായിട്ട് ഈ ആർദ്രതയെ സന്നിവേശിപ്പിക്കുവാനുള്ള ഒരു ഭഗീരഥ പ്രയത്നമാണ് ഇന്നത്തെ സാംസ്കാരിക നായകന്മാരെല്ലാവരും ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഈ ചങ്ങമ്പുഴ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചങ്ങമ്പുഴ മഹോത്സവ പരിപാടി പുതിയ തലമുറയിലേക്ക്, ഇവിടെ സദസ്സിൽ നോക്കുമ്പോൾ പുതിയ തലമുറയിൽപ്പെട്ടവരുടെ എണ്ണം വളരെ 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 പരിമിതമായതുകൊണ്ടാണ് ഞാനിത് പറയേണ്ടി വന്നത്. അവരിലേക്ക് അവരെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. അവര് പോകരുത്. സംസ്കാരം പകർന്നു കൊടുക്കണം. ആ പകർന്നു കൊടുക്കാതെ എല്ലാം മോശമാണെന്ന് പറഞ്ഞിട്ട് അവരെ കൈവിടാതെ നമുക്ക് നല്ല വാക്കുകളിലൂടെ, നല്ല നാദത്തിലൂടെ, അവരെ പേടിപ്പിച്ചിട്ടൊന്നും അവരെടുക്കൂല. അവരെ നാദത്തിലൂടെ, ഈണത്തിലൂടെ, താളത്തിലൂടെ അവരുടെ ഹൃദയത്തിലേക്ക് കേരളത്തിൻ്റെ സംസ്കാരം സന്നിവേശിപ്പിക്കാൻ ഈ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കഴിയാൻ നിമിത്തമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു മഹാസമ്മേളനത്തിൽ, ഇത്രയും വലിയൊരു പരിപാടിയിൽ, ഞാൻ നാട്ടിലെ ഒരു സാധാരണ മനുഷ്യനാണ്. ഞാൻ വലിയ സാഹിത്യകാരനോ സാംസ്കാരിക നായകനൊന്നുമല്ല. നമ്മൾ അത്യാവശ്യം നല്ല നാട്ടുവർത്തമാനം പറയുന്ന ഒരാളാണ്. അത്തരത്തിൽ പറയുന്നവരെന്നെ വിളിച്ച് ക്ഷണിച്ചു വരുത്തിയതിന് ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം, കവിത എവിടെയെങ്കിലും DJ വെച്ച് തുള്ളുന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ സദസ്സിലുണ്ടാവും. എന്നാൽ സാഹിത്യത്തെ പറ്റി, സംഗീതത്തെ പറ്റിയിട്ടുള്ള ചർച്ചയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഈ നഗരത്തിൽ മഹാസാഗരമാണ് നാട്യപ്രധാനം, നഗരം ദരിദ്രമല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഗ്രാമത്തിൽ ഇത്ര ആളെ കിട്ടില്ല. നഗരം ദരിദ്രമല്ല, ഇവിടെ സംസ്കാരം ഏറ്റു നടക്കുന്നവരുണ്ടെന്ന് ബോധ്യമാകുന്ന ഒരു സദസ്സ്, ഇത്രയും വലിയൊരു സദസ്സ് ഇവിടെ വന്നിരുന്ന് കഴിയുന്നത് വരെ ഈ അല്പജ്ഞാനിയായ എന്നെ കേട്ടതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ച് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.